السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين في الدارين. بسم الله العظيم القدرة والشان، شديد البطش والبرهان، حافل الدين والقرآن. بسم الله ما شاء الله كان، بسم الله ما شاء الله كان، بسم الله ما شاء الله كان، وما لم يشأ لم يكن، لا حول ولا قوة إلا بالله العلي العظيم. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يوم تبيض وجوه وتسود وجوه، فأما الذين سودت وجوههم أكفرتم بعد إيمانكم فذوقوا العذاب بما كنتم تكفرون. قال الله عز وجل: من يعيش منكم بعدي فسيرى اختلافا كثيرا، فعليكم بسنتي وسنة الخلفاء المهديين الراشدين، تمسكوا بها وعضوا عليها بالنواجذ، وإياكم ومحدثات الأمور، فإن كل محدثة بدعة وكل بدعة ضلالة. قال رسول الله: يا خير من دفينت بالقاء أعظمه، فأطاب من طيبهن الكاه واللكم، نفسي فداء لقبر أنت ساكنه، فيه العفاف وفيه الجود والكرم، أنت النبي الذي ترجى شفاعته عند الصراط إذا ما زلت القدم. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم جل مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. ഏറെ ആദരണീയരും ബഹുമാന്യരും ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധ പരമ്പര അഹ്ലു ബൈത്ത് കുടുംബത്തിലെ സയ്യിദ് കുടുംബത്തിലെ മഹാനരായ കണ്ണി, നമ്മുടെയൊക്കെ ആത്മീയരായിട്ടുള്ള നായകൻ, എല്ലാത്തിനേക്കാളുപരി നമ്മുടെ നാടിന്റെ അഭിമാനവും കൂടിയായിട്ടുള്ള മഹാനരായ സയ്യിദ് ഹാമിദുൽ ഹാദി തങ്ങൾ, നമ്മുടെ ഈ മഹത്തായ പരിപാടിയുടെ ഏറ്റവും വലിയ ആത്മീയ സാന്നിധ്യം, നീണ്ട 3 പതിറ്റാണ്ടിലേറെയായി നമ്മുടെ ഈ നാടിന് ഖത്തീബായി സേവനം ചെയ്യുന്ന വന്യരായ മദനി ഉസ്താദ്, പരിപാടിയുടെ പ്രാരംഭത്തിൽ മനോഹരമായ നിലക്ക്, പ്രൗഢമായ നിലക്ക് സ്വാഗതം പറഞ്ഞ നമ്മുടെ മഹല്ലത്തിന്റെ ആദരണീയനായ ഉസ്താദ്, അഭിവന്യരായ സുഹൃത്തും കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട അബൂബക്കർ ഹാജി ഉസ്താദ്, നമ്മുടെ ഈ മഹത്തായ വേദിയിലെ ഈ പരിപാടിയുടെ അധ്യക്ഷൻ, നമ്മുടെ കുന്നിൽ ജുമാ മസ്ജിദിന്റെ പ്രഗത്ഭനായ മുൻ പ്രസിഡന്റ് ആദരണീയനായ UK അബ്ദുള്ള കുഞ്ഞി ഹാജി സാഹിബ്, സലാത്ത് കമ്മിറ്റിയുടെ പ്രഗത്ഭനായ മെമ്പർ ഇബ്രാഹിം സാഹിബ്, അതുപോലെ തന്നെ മൊയ്തീൻ ഹാജി, KA ഹാജി കുഞ്ചത്തൂർ, നമ്മുടെ സ്വാഗത സംഘത്തിന്റെ ആദരണീയനായ വൈസ് ചെയർമാൻ ബഹുമാനപ്പെട്ട US അഹമ്മദ് ബവാ ഹാജി അടക്കമുള്ള
വേദിയിലും സദസ്സിലും ഇരിക്കുന്ന നേതാക്കളെ, പണ്ഡിതന്മാരെ, സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി യുവജന സഹോദരങ്ങളെ, ഒരുപാട് ശ്രദ്ധിക്കുന്ന ഉമ്മമാരെ, സഹോദരിമാരെ, ബഹുമാനികളെ, അല്ലാഹു റബ്ബുൽ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ അവൻ പൊരുത്തപ്പെട്ടവരമലായി കബൂൽ ചെയ്യട്ടെ. നമ്മുടെ ഈ മജ്ലിസിന്റെ ഹക്ക് ജാഹ് ബർക്കത്തുകൊണ്ട്, ഈ മാസത്തിന്റെ ബർക്കത്തുകൊണ്ട്, നമ്മുടെ ഈ മുറ്റത്ത് മറവിട്ട് കിടക്കുന്ന മഹാന്മാരായ സാദാത്യങ്ങളെ ബർക്കത്തുകൊണ്ട് അല്ലാഹു നമുക്ക് ഈമാനും ഹിദായത്തും ഏറ്റിത്തന്ന് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു അവന്റെ പൊരുത്തത്തിലായി, അവന്റെ താഴത്തിലായി ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെയും നമ്മുടെ ഉമ്മവാപ്പമാർ, ഭാര്യ മക്കൾ, മക്കളെ മക്കൾ, നമ്മുടെ സഹോദരി സഹോദരന്മാർ, നമ്മുടെ കൂട്ടുകുടുംബക്കാർ, അയൽവാസികൾ, നമ്മുടെ ഉസ്താദുമാർ, ഇഷന്മാർ, സഹപ്രവർത്തകർ, സ്നേഹിതന്മാർ, നമ്മളോട് ദ്വാരക്കണേ 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 എന്ന് വസിയത്ത് പറഞ്ഞിട്ടുള്ളവർ, തിരിച്ചങ്ങോട്ട് വസിയത്ത് പറയപ്പെട്ടവർ, നമുക്ക് ഭക്ഷണം തന്നവർ, പ്രത്യേകിച്ച് ഞാൻ ഇന്ന് വിനീതനടക്കമുള്ള, തങ്ങളടക്കമുള്ള, ഖത്തീബ് ഉസ്താദ് അടക്കമുള്ള പലർക്കും ഭക്ഷണം നൽകിയ വീട്ടുകാർ, എല്ലാത്തിനേക്കാളുപരി ഈ പരിപാടിക്ക് വേണ്ടി നാളേറെയായി കഷ്ടപ്പെട്ടവർ, അധ്വാനിച്ചവർ, ത്യാഗം ചെയ്തവർ, എല്ലാവർക്കും അല്ലാഹു തആല രണ്ട് ലോകത്തും ഖൈറും ബർക്കത്തും നൽകട്ടെ. അവരുടെയും നമ്മുടെയും എല്ലാ ഹലാലായ മുറാദുകളും അല്ലാഹു ഹാസിലാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. അവരിലും നമ്മളിലുമുള്ള എല്ലാവിധ രോഗങ്ങളും കരുണക്കടലായ റബ്ബ് മരുന്നില്ലാതെ ശിഫയാക്കി തന്ന് അനുഗ്രഹിക്കട്ടെ. മരിക്കുന്നതുവരെ അല്ലാഹു നമ്മുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും പൂർണ്ണ ആരോഗ്യം നിലനിർത്തി തന്ന് അനുഗ്രഹിക്കട്ടെ. നമ്മളൊന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബർ അല്ലാഹു വിശാലമാക്കുകയും ഞങ്ങൾ ചെയ്യുന്ന ഓരോ സൽക്കർമ്മങ്ങളുടെ, പ്രത്യേകിച്ച് ഈ ദുആയുടെ ഈ ആമീനിന്റെ മിഥല് തവാബ്, അതിന്റെ കൂലി, അതിന്റെ പ്രതിഫലം അല്ലാഹു തആല അവരിലേക്കും എത്തിച്ചു കൊടുത്ത് അനുഗ്രഹിക്കട്ടെ. അല്ലാഹു ഈമാനും തഖ്വയും ഇബാദത്തിനുള്ള തൗഫീഖും അതിനോടുള്ള ലദ്ദത്തും ഇൽമുൻ നാഫിയിനുള്ള ഖിദ്മത്തിനുള്ള തൗഫീഖും അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യും. ബഹുമാനികളെ, നമ്മുടെ പള്ളിയിൽ വെച്ച് നടത്തപ്പെടുന്ന മഹത്തായ മജ്ലിസ് സആദത്തുദ്ദാറൈൻ എന്ന മഹത്തായ സലാത്ത് മജ്ലിസിന്റെ 8ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ഒരു മതവിജ്ഞാന സദസ്സിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത്. ഇത്ര ഡിസ്റ്റൻസിൽ ഇതിനൊന്നും സൗണ്ട് കൂട്ടിയില്ല, അതിന് കൂട്ടാണ്ടി കുറെ അടുത്ത് പോണ്ടി വരും. ഇന്നലകളിൽ ഒരുപാട് മഹാന്മാർ, വലിയവരായ പണ്ഡിതന്മാരുടെ സാരവത്തായ പ്രഭാഷണങ്ങൾ, വാലുകളൊക്കെ ഇവിടെ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് ഇനി വരുന്ന ആളുകളിലും പ്രഗത്ഭരായ മഹാന്മാരായ പണ്ഡിതന്മാരുടെ ഉപദേശങ്ങളൊക്കെ ഉണ്ട്. അനുഗ്രഹീത പണ്ഡിതരും പ്രഗത്ഭ പ്രഭാഷകരുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് ഇബ്രാഹിം ഖലീൽ ഹുദവി, ഏറെ പ്രഗത്ഭനും പ്രസിദ്ധരും അനുഗ്രഹീത പ്രഭാഷകരുമായിട്ടുള്ള ബഹുമാനപ്പെട്ട ഉസ്താദ് പേരോട് മുഹമ്മദ് സെഹരി അടക്കമുള്ള വലിയവരായ ഉസ്താദുമാരുടെ പ്രഭാഷണങ്ങളെല്ലാം ഇൻഷാ അല്ലാഹ് ഇനി മുതലുള്ള രാത്രികളിലുണ്ട്. ഏതുവാകട്ടെ, അല്ലാഹു തആല നമ്മുടെ ഈ കർമ്മങ്ങളെ കൊണ്ട്, ഈ കാര്യങ്ങളെ കൊണ്ട്, ഈ പരിപാടി കൊണ്ട് നാളെ ആഖിറത്തിലേക്ക് അല്ലാഹു ഉപകാരം നൽകട്ടെ. നാളെ ആഖിറത്തിലേക്ക് അല്ലാഹു തആല ഗുണം നൽകട്ടെ. ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന കർമ്മമായി, അമലായി അല്ലാഹു നമ്മൾ സ്വീകരിക്കട്ടെ. നേതൃത്വം കൊടുത്ത ഒരുപാട് പേരുണ്ട്, വലിയവരായ മഹാന്മാരായ നേതാക്കളുണ്ട്, എല്ലാ നിലക്കുള്ള സഹായങ്ങളും സഹകരണങ്ങളും വാഗ്ദാനം ചെയ്തവരുണ്ട്. അല്ലാഹു തആല അവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് പ്രദാനം ചെയ്യാൻ. ആ കുഞ്ഞുമക്കളൊക്കെ ബാക്കിലിരുത്തിയാൽ മതി, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതല്ലേ, അപ്പൊ അവരെ മുമ്പിലേക്ക് അയക്കണ്ട, അവരെ ബാക്കിലേക്ക് ഇരുത്താം. പിന്നെ ഈ ലൈവിന്റെ സ്റ്റാൻഡിന്റെ നേരെ എതിരുള്ള 2 ലൈന് കസാല എടുത്തു മാറ്റാം, അത് ബാക്കിലിടാം. ഒരു സദസ് ഒരു ചന്താണ്, ഏതും ചന്താക്കണോ, സദസ്സും മജ്ലിസും ചന്ത, അതിന് സെറ്റപ്പും കാര്യമെല്ലാം എങ്ങനെങ്കിലും ഒപ്പിച്ചിട്ട് ഒരു മജ്ലിസ് ഒരു കസാല ഇടുന്നത് അതൊരു ചേലല്ലാതെ. ഇൽമിനോട്, ഇൽമിന്റെ ബഹുമാനം അത് വളരെ വലുതാണ്. ഇൽമിനെ ബഹുമാനിക്കണം, ഇൽമുള്ളവരെ ബഹുമാനിക്കണം, ഇൽമിന്റെ മജ്ലിസും ബഹുമാനിക്കപ്പെടണം. കാരണം ഇത് സാധാരണ മജ്ലിസ് അല്ല, ഇതൊരു സ്വർഗത്തിന്റെ തോപ്പാണെന്ന് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ള, ദുആക്ക് ഇജാബത്ത് നൽകപ്പെടുന്ന, അല്ലാഹുവിന്റെ മലായികത്തിന്റെ സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു മജ്ലിസ്. ഇത് ലോക്കൽ മജ്ലിസ് ആയിട്ട് കാണണ്ട. നമ്മൾ സാധാരണ പറയും വയലിന്റെ യാഗല്ലേ, വയലിന്റെ മജ്ലിസ് അല്ലേ, തീർന്നങ്ങവിലെ കസാല എടുക്കുന്നില്ലേ, ഇപ്പൊ കസാല ഇടുന്നല്ലേ, സംഗതി നേറന്നെ. ഏതായാലും 8-9 മണി മുതൽ ഇൻഷാ അല്ലാഹ് ഒരു 10-11 മണി വരെ ഇത് പിന്നെ മഞ്ചേശ്വരം കുന്നിൽ പള്ളിയുടെ മുറ്റല്ല ആയിരുന്നു, ഇപ്പല്ല. ഇത് സ്വർഗത്തിന്റെ തോപ്പാണെന്ന് മുത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ദീനിന്റെ ഷിആറുകളായ, അടയാളങ്ങളായ, ദീനിന്റെ നിശാനുകളായിട്ടുള്ള കാര്യങ്ങളോട്
അതിയായ ആദരവും ബഹുമാനവും എല്ലാം നമുക്ക് ഉണ്ടാകണം. അമലുകൾ കൂടുക എന്നത് പ്രസക്തമല്ല. ഇങ്ങനെ കിടാക്ക കുഞ്ഞുങ്ങളല്ലേ ഇരിക്കും. ഇനി വരുന്ന കിടാക്കളെ എതിർക്കാക്കണ്ട. ബലിയോർ കുറച്ച് എതിർക്കാച്ചെങ്കിലേ തിരുന്നൂർ ഇരുന്നാടനെ ഇരിക്കട്ടെ. പിന്നിപ്പോ ആ വിഷയമൊന്നും കൂടുതൽ പറയുന്നില്ല. കാരണം വിശാലമായൊരു വിഷയമാണ് ഈ വിനീതൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതിനെന്നെ നേരം മതിയാവേല. പിന്നെ സാധാരണ വരുന്നവരെല്ലാം ബാക്കിലിരിക്കൽ തന്നെയാണ് ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ കാണുന്നത്. അത് ഈടെന്നല്ല, എല്ലായിടത്തും അങ്ങനെ. വയലിന്റെ പരിപാടിന്റെ അവിടെ മജ്‌ലിസ് എല്ലാം ബാക്കിനെ ആദ്യം ഇരുന്നോണ്ട് വരുന്നത്. എതിർ തന്നെ ഫസ്റ്റ് ഇരുന്നോണ്ട് വരലില്ല. എതിർ തന്നെ ഫസ്റ്റ് ഫില്ലായിക്കൊണ്ട് വരണമെങ്കിൽ അത് ഡേ നൈറ്റ് മാച്ചാണ്. ഫുട്ബോൾ മാച്ചാ 2020 ആണെങ്കിൽ ഫസ്റ്റ് തന്നെ ഫുൾ ആയിക്കൊണ്ട് വരും. ബാക്ക് കാലിയായിട്ടുണ്ട്. വയലിന്റെ മജ്‌ലിസ്, ദീനിന്റെ മജ്‌ലിസ്, പള്ളിയിൽ നടക്കുന്ന ദിക്ർ മജ്‌ലിസ്, മൗലിദിന്റെ മജ്‌ലിസ് എല്ലാമ്പോ അതിന് ആൾക്കാർ കുറയുകയും ചെയ്യും, വന്നോറ് ബാക്കിന് ഇരിക്കുകയും ചെയ്യും. കുറെ ആൾക്കാരെ ബെർണ്ടെന്ന് പറയുന്ന ചില അലവലാദികളും ഉണ്ടാവും. അത് സ്വാഭാവികമാണ്. പെഞ്ഞുങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഏതായാലും ഇരുന്നിടത്ത് തന്നെ ഇരുന്നോളി. അല്ലാഹു തആല നാളെ അവന്റെ സ്വർഗ്ഗലോകത്തേക്ക് ഞങ്ങളെ എല്ലാവരെക്കാളും മുന്തിപ്പിക്കട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ഞങ്ങളെ സ്വർഗ്ഗലോകത്തേക്ക് ഹിസാബില്ലാതെ മുന്തിപ്പിക്കട്ടെ. എല്ലാ നന്മകളിലും ഞങ്ങൾ ദുനിയാവിൽ ബാക്കാവുമ്പോ നമ്മ പൊതുവെ എല്ലാത്തിലും ബാക്കാണല്ലോ അല്ലെ. 12:30 മണിക്ക് ഞങ്ങൾ ഔദിന്റെ കരയിലേക്ക് ജുമാ നിസ്കരിക്കാൻ എത്തിയെങ്കിലും പള്ളിക്ക് കയറുന്നത് 12:58 തന്നെ. അത്ര നേരം മൊബൈലിൽ ചെള്ളിക്കൊണ്ടും ഔദിന്റെ അവിടെ മുണ്ടിക്കൊണ്ടും ബെൽറ്റ് നേരെ കൊണ്ടും ഉണ്ടാവും. എത്ര ലേറ്റാണ് അത്ര ലേറ്റാക്കും. ഇനി ബാക്കി നിസ്കാരത്തിന്റെ ജമാഅത്തും അങ്ങനെ എക്കോ കുറെ വേണ്ട, ഫുള്ള് കുറയ്ക്കുകയും വേണ്ട. മാഷാ അല്ലാഹ്, നല്ല ഓപ്പറേറ്റർ. ഞാൻ അറിയുന്ന ആൾ അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. സൗണ്ടും കാര്യങ്ങളൊക്കെ നല്ല ഉഷാറാണ്. നമുക്ക് സൗണ്ട് ഇല്ല, അതാണ് മിസ്റ്റേക്ക്. നമുക്ക് സൗണ്ട് ഇല്ല, അതിന് ഓര പറയണ്ട. മുഖം നന്നാവാത്തിന് കണ്ണടിനെ തച്ചു പൊളിച്ചിട്ട് കാര്യമില്ല. ആദ്യം മുഖം നന്നാക്കണം അല്ലെ. എന്റെ വീട് നേരില്ല, എന്റെ മുഖം നേരില്ല, എന്റെ ഗ്ലാസ് തച്ചു പൊളിച്ചെങ്കിലാവും. എനക്ക് സൗണ്ട് ഇല്ല, പിന്നെ എനക്ക് സൗണ്ട് ഇല്ലാണ്ട് എന്റെ സൗണ്ട് നേരാവാണ്ട് പിന്നെ ഓർക്ക് സൗണ്ട് ഇല്ല, അല്ലെങ്കിൽ ശരിയാവേല. അൽഹംദുലില്ലാഹ്, നല്ല സൗണ്ട്. അല്ലാഹു ഖൈറും ബർക്കത്തും നൽകട്ടെ. അല്ലാഹു ഞങ്ങളെ സേവനം കബൂലാക്കട്ടെ. എല്ലാരും ഇരിക്കി, എല്ലാരും ഇരിക്കി, എല്ലാരും ഇരിക്കി. 200 വലിയ ഭാഗ്യവന്മാർ. കാരണം ഇത് സ്വർഗത്തിന്റെ തോപ്പ്. എന്നെ നോക്കി, ഇത് സ്വർഗത്തിന്റെ തോപ്പ്. ഇത് മാത്ര ആ കാണുന്ന റോഡിന് സൈഡിലുള്ള കമ്പൗണ്ടിന്റെ പുറത്തുള്ള ജാഗൊന്നും സ്വർഗത്തിന്റെ തോപ്പല്ല. അവിടെ ഇരുന്നിട്ട് കേട്ടാലും വയല് കേൾക്കാൻ കഴിയും. പുറമേ നിന്നിട്ട് കേട്ടാലും വയലാവും, കേൾക്കാനും കഴിയും. ഇതിനേക്കാളേറെ ക്ലിയറും ഉണ്ടാവും. നിങ്ങൾക്ക് നാളെ ദുനിയാവിലും ആഖിറത്തിലും ഗുണവും ഉണ്ടാവും. പക്ഷേ സ്വർഗത്തിന്റെ തോപ്പിലിരുന്നിട്ട് കേട്ടാ പുണ്യം കിട്ടാല. അള്ളാന്റെ മലായികത്ത് നിങ്ങളെ സാന്നിധ്യമുള്ളത് ഇവിടെ. കിടാക്കളല്ലേ ബാക്കി, അവർക്കല്ല വയലെന്ന്. അവർ അല്ലെങ്കിൽ സ്വർഗത്തിന്റെ പൂക്കളല്ലേ. ഇത് വരുന്നവർ വരും. നിങ്ങ എതിർക്കുപോയി കിടാക്കളെ ഊന്തിട്ട് വിടുന്ന. നിങ്ങ എതിർക്കുപോയി. നാളെ ഇതേ കിടാക്ക ക്ഷീരണ മേങ്ങുമ്പോ ലൈനിൽ പോയിട്ട് എതിർന്നെങ്കിൽ ഇതേ എതിർക്കുപോയി ഊന്തിയോ ആ കിടാൻ ഒടിച്ചിട്ട് ബാക്കാക്കുന്നത്. ബാക്ക് പറ, ഞങ്ങൾ മുന്നേ മേങ്ങുന്നത്, ഞങ്ങൾ ബേസന്മാരല്ലേ. ശരിക്കും ഡൗട്ട് ഉണ്ട്. ഇവിടെ അങ്ങനെയാണല്ലേ. എല്ലായിടത്തും ഇല്ല, ചിലയിടത്തെല്ലാം ഉണ്ട്. ആരും ഇരുത്തണ്ട. ബെൽച്ചിട്ട് കസാലിട്ടിരുന്നത് അമ്മായിന്റെ ബിരുദനൊന്നും വന്നതിനൊന്നുമല്ല. എനിക്ക് വിഷയം നന്നായിട്ടൊന്ന് പറയണം. എനിക്ക് സമയം വേണം. എന്റെ സ്റ്റൈല് നിങ്ങൾക്ക് പിടിച്ചോളണമെന്നില്ല. എനിക്കതിൽ ബേജാറും ഇല്ല. അള്ളാഹ്ക്കെതിരായില്ലെങ്കിലും മതി, അള്ളാഹ് കാക്കട്ടെ. പിന്നെ ആർക്കെതിരായെങ്കിൽ എന്റെ എതിരായില്ല. അപ്പൊ ഈ മഹത്വം അത് ഇവിടെ മാത്രം, ഇതിന്റെ അപ്പുറം ഇല്ല. അപ്പൊ നിങ്ങൾ ചോദിക്കോ, അവിടെ കേട്ടങ്ങ് വേല, അവിടെ വേല കേട്ടങ്ങ് കൂലിയിട്ടല്, അവിടെ ദുആ ആമീൻ ചെല്ലെങ്കിൽ അത് ആമീനാ വേല അല്ലാഹ് സ്വീകരിക്കല് എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെയും റെഡിയാവും. അതിന് കൂലിയുണ്ട്, ആമീന് പ്രതിഫലമുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് കേൾക്കാനും കഴിയും. പക്ഷേ അല്ലാഹുവിന്റെ ദീനിൽ പറയപ്പെട്ട പരിശുദ്ധമായ ഇൽമിന് വേണ്ടി ഒരുക്കപ്പെട്ട സ്വർഗത്തിന്റെ തോപ്പെന്ന് പറയപ്പെട്ട ഈ മജ്‌ലിസിൽ ഇരുന്നിട്ട് കിട്ടുന്ന കൂലി പുറത്ത് ലഭ്യമല്ല. ഇരുത്തത്തിന്റെ പവർ ഇവിടെ മാത്രമാണ്. ആണുങ്ങൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ട മജ്‌ലിസ, പെണ്ണുങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരുക്കപ്പെട്ട മജ്‌ലിസ. അതാണ് സ്വർഗത്തിന്റെ തോപ്പ്. അല്ലാതെ നാട് മുഴുവനും സ്വർഗത്തിന്റെ തോപ്പല്ല. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഇരുന്നവർ നല്ലാതെ ബോർഡ് അച്ചടക്കത്തോടെ ഇരിക്കുക. നാളെ ഇതിനേക്കാളേറെ അവന്റെ സ്വർഗലോകത്ത് ഞങ്ങളെ ഹിസാബില്ലാതെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ.
ഇത് വലിയൊരു ഭാഗ്യമാണ്. ഇത് അല്ലാഹു നമുക്ക് തന്ന ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, കർമ്മങ്ങൾക്ക് കൂടാൻ കഴിയുക, അവിടെ എത്തിപ്പെടാൻ കഴിയുക, അവിടെ വന്ന് സംഗമിക്കാൻ കഴിയുക, അവിടെ പറയുന്നത് കേൾക്കാൻ കഴിയുക എന്നത് വലിയ കാര്യമാണ്. അത് വലിയൊരു അമലാണ്. തഫക്കുറു ഖൈറും മിൻ അൽഫി റകാ. 1 മണിക്കൂർ അള്ളാഹ്ക്ക് വേണ്ടി ഇരിക്കല, അള്ളാനെ ചിന്തിച്ചിരിക്കല, അള്ളാന്റെ ബോധത്തിലിരിക്കല, 1 മണിക്കൂർ അള്ളാനെ പറ്റി ഓർത്തിരിക്കല. ഖൈറും മിൻ അൽഫി റകാ. 1000 റക്അത്ത് മുത്ലഖായ സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളേറെ അള്ളാന്റെ അടുക്ക കൂലിയുള്ള അമലാണ്. ഇരുത്തോ സിമ്പിൾ ഇരുത്തല്ല, ചെറുതായിട്ട് കാണണ്ട. ആരി വയല് കേൾക്കണോ, കുറച്ചെങ്കിലും പഠിക്കണോന്ന് മാത്രം ഉദ്ദേശിച്ചിട്ടിരുന്നവന്റെ ഇരുത്തോ. അല്ലാതെ അയാളെ പറയുന്ന, അല്ല ഇയാളെ പറയുന്ന, അല്ല ഇയാൾക്ക് ലൈക്ക് അടിക്കണ, അല്ല ഡിസ്ലൈക്ക് അടിക്കണ, നോക്കാൻ വേണ്ടി വന്ന കുറെ ഉണ്ട്. ബഹുത് ബഡ ഈമാൻദാരികൾ, അവർക്ക് ഈ കൂലൊന്നും കിട്ടാൻ, കാരണം അവര് നീയത്ത് ശരിയില്ല. അവർ ഇങ്ങനെ നോക്കാൻ വന്നിനെ ഈ ക്യാമറ വെച്ച് ഇനൊന്ന് സ്കാനിങ് ആക്കണോ, എന്താ നീ അങ്ങനത്തെ കുറെ ആളുണ്ട്. എല്ലായിടത്തും ഉണ്ട്, ഈടെയുണ്ട്. ഇങ്ങനെ ബമ്പന്മാരൊന്നും വേണ്ടത് എല്ലായിടത്തും ഉണ്ട്. അല്ലാഹു തആല ഈ മജ്ലിസിന്റെ ബർക്കത്തോണ്ട് ഞങ്ങളെ നന്നാക്കട്ടെ. ഞങ്ങൾക്കല്ലെങ്കിൽ മറ്റുള്ളവനെ നോക്കുന്നത് വലിയ ഇഷ്ടമാ. അവനൊന്ന് പരിശോധിക്കണോ, അവന്റെ കുറവുകളൊന്ന് എണ്ണണോ, അവനെ ഒന്ന് നോക്കണോ, അവനെ ഒന്ന് അളക്കണോ എന്നാണ് ഞങ്ങളെ ചിന്ത. എന്നാ കേട്ടോ, ഹസിബൂ ഖബ്ല അൻ തുഹസബൂ. മുസ്തഫായ റസൂലുള്ളാഹ്, നിങ്ങൾ സലാത്തൊക്കെ നല്ല റാഹത്തിൽ ചൊല്ലണോ, ആമീനൊക്കെ നല്ല ഇൻട്രസ്റ്റിൽ ചൊല്ലണോ, നല്ല ഉന്മേഷത്തിൽ ചൊല്ലണോ. ഹബീബായ റസൂലുള്ളാഹ് പറഞ്ഞല്ലോ, ഹസിബു ഖബ്ല അൻ തുഹസബൂ. നിങ്ങൾ മറ്റുള്ളവരെ നോക്കുന്നതിന് മുമ്പ്, മറ്റുള്ളവരെ സ്കാനിങ് ചെയ്യുന്നതിന് മുമ്പ്, മറ്റുള്ളവരെ ഒന്ന് അളക്കുന്നതിന് മുമ്പ്, അവന്റെ എല്ലാ കാര്യങ്ങളും ഒന്ന് പഠിക്കുന്നതിന് മുമ്പ് നിങ്ങൾ സ്വന്തത്തെ കുറിച്ചൊന്ന് ആദ്യം പഠിക്കണോ. നിങ്ങൾ നന്നായിട്ട് സ്വന്തം ഒന്ന് ആലോചിക്കണോ. ഞാൻ എങ്ങനെയുണ്ട്, എന്റെ അമലത്തരയുണ്ട്, എന്റെ സ്വഭാവം എങ്ങനെ എന്നിന്റെ ഇത്യാദി കാര്യങ്ങൾ സ്വന്തമായിട്ടൊന്ന് ആദ്യം അളക്കുക. എന്നിട്ട് മറ്റുള്ളവരെ പറ്റി എണ്ണാൻ നോക്കുക, മറ്റുള്ളവരെ പറ്റി ഇങ്ങനെ കണ്ണുമറിച്ചു നോക്കുക. അല്ലാഹു തആല ഞങ്ങളെ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് നന്നാക്കട്ടെ. ഞാനും നിങ്ങളും അല്ലാഹുവിന്റെ അടിമകളാണ്. അത് ഒരു സാധാരണ അടിമകളല്ല. അവന്റെ എല്ലാ കാര്യങ്ങൾക്കും കർമ്മങ്ങൾക്കും അവന്റെ നിയമങ്ങൾക്കും വിധേയപ്പെട്ട് ജീവിക്കുന്ന എല്ലാം കൊണ്ട് വഴിപ്പെട്ടവരായ അടിമകളാണ്. അതായത് മുസ്ലിമീങ്ങളായ അടിമകളാണ്, മുസ്ലിമീങ്ങളായ വിശ്വാസികളായ അടിമകളാണ്. ഈ ലോകത്തുള്ള എല്ലാ ജാതി മത വ്യത്യാസമില്ലാതെ സകലമാന വിഭാഗങ്ങളും അല്ലാഹുവിന്റെ അടിമകൾ തന്നെയാണ്. ആദ്യകാലം തൊട്ട് ആദം നബി അലൈഹിസ്സലാം തൊട്ട് ലോകാവസാനം വരെ വന്നു പോകുന്ന എല്ലാ മനുഷ്യരും, ജാതി ഏതായാലും മതമേതായാലും മനുഷ്യരേതായാലും ഏത് നാട്ടുകാരായാലും വർഗവർണ്ണ ദേശഭാഷ വ്യത്യാസമില്ലാതെ എല്ലാവരും അല്ലാഹുവിന്റെ അടിമകളാണെങ്കിലും യഥാർത്ഥ അടിമകൾ ആരറിയുമോ? അവർ മുഅ്മിനീങ്ങളാണ്, മുസ്ലിമീങ്ങളാണ്. കാരണം അല്ലാഹു ഞങ്ങളെ ഈ ലോകത്തേക്ക് പടച്ചല്ല, അല്ലാഹുവാണല്ലോ ഞങ്ങളെ പടച്ചത്. ഞങ്ങളെ ഖാലിഖ് അല്ലാഹയാണ്, ഞങ്ങളെ മാലിക് അല്ലാഹയാണ്, ഞങ്ങളെ റാസിഖ് അല്ലാഹയാണ്. ആ അല്ലാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അല്ലാഹ്ക്ക് വഴിപെട്ട് ജീവിക്കുക എന്നത്, ആ നിലക്ക് ജീവിച്ച് മരിക്കുക എന്നത് ഞങ്ങളെ മേലെ കടമയാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ അറിഞ്ഞ് ആദരിക്കാനല്ലാതെ, എന്നെ അറിഞ്ഞ് ആരാധിക്കാനല്ലാതെ, എനിക്ക് ഫുള്ളായിട്ട് വഴിപെട്ട് ജീവിക്കാനല്ലാതെ ഞാൻ ഈ ലോകത്ത് മനുഷ്യരെയോ ജിന്നുകളെയോ പടച്ചിട്ടില്ല. എല്ലാവരെയും പടച്ചത് എനിക്ക് വഴിപെട്ട് ജീവിക്കാനാണ്. നല്ലവരും നല്ലവരായ അനുസരണയോടെ എനിക്ക് വഴിപെട്ട് ജീവിക്കാനാണ്. എനിക്ക് എല്ലാ ഇബാദത്തുകളും അർപ്പിക്കാനാണ്. കണ്ട മൂർത്തികൾക്കോ വിഗ്രഹങ്ങൾക്കോ മുമ്പിൽ പോയിട്ട് തലകുണിക്കാനല്ല ഞാനിവിടെ മനുഷ്യരെ പടച്ചത്. എല്ലാത്തിന്റെ പിറകെയും ഓടാനുമല്ല, മറിച്ച് എനിക്ക് ആരാധിക്കണേ, എന്നെ വഴിപ്പെടണേ, എന്നെ അനുസരിക്കണേ. ഒരുപാട്
ആയത്തുകളിൽ കാണാലോ. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഞാനും നിങ്ങളും അള്ളാന്റെ ലോക്കൽ അടിമകളല്ല, ഏതെങ്കിലും ഒരു നിലക്കുള്ള അടിമകളല്ല, മുസ്ലിമീങ്ങളായ അടിമകളാണ്. ഞാനും നിങ്ങൾ എന്താക്കണോ? ഇവിടെ ജീവിക്കുമ്പോ നന്നായിട്ട് ജീവിക്കണം, നിയമം പാലിച്ച് ജീവിക്കണം, അതിർവരമ്പുകളിൽ ലംഘിക്കാതെ ജീവിക്കണം, കൽപ്പനകളും വിരോധനങ്ങളും പാലിച്ച് ജീവിക്കണം. ജീവിക്കണമെങ്കിൽ ഏതാണ് കൽപ്പന, എന്താണ് വിരോധം, എന്താണ് നിരോധനങ്ങള്, എങ്ങനെയാണ് വഴിപ്പെടേണ്ടത്, എന്താണ് നിയമം, ഇതൊക്കെ പറഞ്ഞു തരേണ്ടത് ഏതോ മീറ്റിംഗ് കൂടിയിട്ട് കമ്മിറ്റിക്കാരല്ല, അതല്ല എന്നെ പറഞ്ഞു. എന്റെ അടിമകൾ നന്നായിട്ട് വഴിപ്പെട്ട് ജീവിക്കണം, എന്റെ അടിമകൾ എന്നെ അനുസരിച്ച് ജീവിക്കണം, എന്റെ അടിമകൾ എനിക്ക് ശുക്റുള്ളവരാകണം, എന്റെ അടിമകള് എനിക്ക് ഇബാദത്തെടുക്കുന്നവരാകണം എന്നല്ല പറഞ്ഞെങ്കില് പിന്നെ അതിന്റെ കർമ്മങ്ങള് എങ്ങനെ വഴിപ്പെടണം, എങ്ങനെ അനുസരിക്കണം, എങ്ങനെ ജീവിക്കണം എന്നതിന് കാറ്റലോഗും പറഞ്ഞു തരേണ്ടത് അല്ലാഹു അല്ലേ? മനുഷ്യനെങ്ങനെ ഉണ്ടാക്കും? ഞാൻ എങ്ങനെ ജീവിക്കണമെന്ന് മനുഷ്യന്മാർക്ക് പറയാൻ കഴിയോ? ഓരോ മനുഷ്യന്മാർക്ക് ഓരോരോ അഭിപ്രായല്ലേ. അപ്പൊ എങ്ങനെ ജീവിക്കണോ, എന്ത് തിന്നണോ, എന്ത് തിന്നണ്ട, എങ്ങനെ ഉറങ്ങണോ, എങ്ങനെ പോണോ, എന്താക്കണോ, എങ്ങനെ ആദരിക്കണോ, ആരെ ആദരിക്കണോ, എല്ലാം പറഞ്ഞു തരേണ്ടതല്ല. ആ അല്ലാഹു നമ്മളിലേക്ക് പറഞ്ഞു തന്ന കാറ്റലോഗാണ്, നിയമസംഹിതയാണ്. നമ്മുടെ ഇമാമായി, നമുക്ക് മുന്നിൽ നമ്മെ നയിക്കേണ്ട ഇമാമായി അല്ലാഹു നമുക്ക് ഇറക്കി തന്ന വേദമാണ്, ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആൻ നമ്മളിലേക്ക് എത്തിച്ചു തന്നത് മുസ്തഫായ റസൂലുള്ളാഹി. അത് വിശദീകരിച്ചത് റസൂലുള്ളാഹ്, അത് പറഞ്ഞു കൊടുത്തത് റസൂലുള്ളാഹ്, അത് ബയാനാക്കിയത് റസൂലുള്ളാഹ്, അത് നന്നായി ഞങ്ങളിലേക്ക് പഠിപ്പിച്ചത് റസൂലുള്ളാഹ്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നല്ലപോലെ കണ്ടിട്ട് പരിശുദ്ധമായ ദീനി എങ്ങനെയാണോ നബി തങ്ങൾ ചെയ്തത്, എന്താണോ നബി തങ്ങൾ ചെയ്തത്, എന്താണോ നബി തങ്ങൾ പറഞ്ഞത്, എങ്ങനെയാണോ നബി തങ്ങൾ ജീവിച്ചത്, ഏത് കോലത്തിലാണോ നബി തങ്ങൾ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്, അതപ്പടി ജീവിതത്തിൽ കണ്ട് മനസ്സിലാക്കുകയും പകർത്തുകയും ചെയ്ത ലോകം കണ്ട മഹാന്മാരാണ് സഹാബത്തുൽ കിറാം. അല്ലാഹുവിന്റെ ഖുർആൻ മുറുകെ പിടിച്ച് ജീവിക്കുക, ഹബീബായ നബി തങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുക, മഹാന്മാരായ ഇമാമീങ്ങളായ മുജ്തഹിദുകളെ, താബീങ്ങളെ, തബഉ താബീങ്ങളെ, സച്ചരിതരായ സദ്വൃതരായ നല്ലവരിൽ നല്ലവരായ മുൻഗാമികളായ മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുക. അവരാണല്ലോ ദീനിന്റെ യഥാർത്ഥ കോപ്പികള്, അവരാണല്ലോ ദീനിനെ കണ്ടു മനസ്സിലാക്കിയവരാ. അവരുള്ള കാലത്താണല്ലോ വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല ഇറക്കിയത്. ആ ഇറക്കപ്പെട്ട ഖുർആൻ മുത്തുനബി തങ്ങൾ വിശദീകരിക്കുമ്പോ രണ്ട് കാതിലൂടെ കേട്ടവരാണല്ലോ അവര് സഹാബത്തുൽ കിറാം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആര്, എന്ത്, എങ്ങനെയെന്ന് നല്ലപോലെ മനസ്സിലാക്കിയവർ സഹാബത്തുൽ കിറാമാണ്. അവർ മനസ്സിലാക്കാത്ത ഒരു ദീന് ലോകത്ത് വേറെയില്ല. ആര് പറഞ്ഞാലും എന്തു പറഞ്ഞാലും സഹാബത്ത് കണ്ടു മനസ്സിലാക്കിയ ദീനാണ് യഥാർത്ഥ ദീന്. സഹാബത്ത് പ്രാവർത്തികമാക്കിയ ദീനാണ് യഥാർത്ഥ ദീന്. സഹാബത്ത് പഠിപ്പിച്ചു തന്ന ദീനാണ് യഥാർത്ഥ ദീന്. ഞങ്ങളെ ഈ ഭാഗത്തേക്കൊക്കെ പരിശുദ്ധമായ ദീനിന്റെ വെള്ളി വെളിച്ചോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധമായ കലിമത്ത് തൗഹീദ് ഇവിടേക്ക് എത്തിയത്, ആ ആശയം ഇവിടേക്ക് എത്തിയത്, പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും നമ്മളിലേക്ക് കൊണ്ടുവരപ്പെട്ടത് സഹാബത്തുൽ കിറാമിലൂടെ അല്ലേ? സൗദി അറേബ്യയിൽ റസൂലുള്ളാഹി തങ്ങൾ വന്നിട്ടുണ്ട്, എല്ലാവർക്കും അറിയുന്ന വിഷയം തന്നെയാണ്. അതേ സമയത്ത് UAE-യിലും ഉണ്ട്. റാസൽ ഖൈമ എന്ന് പറയുന്ന സ്ഥലത്ത്, സത്യത്തിൽ റാസൽ ഖൈമ എന്നല്ല പേര്, റസൂൽ ഖൈമ എന്നാണ്. അവിടെ റസൂലുള്ളാഹി തങ്ങൾ ഖൈമ കെട്ടിയിട്ട് താമസിച്ചു എന്നൊക്കെ ചരിത്രമുള്ളത് കൊണ്ടാണ് നാട്ടിലേക്ക് ആ പേര് വന്നേ. അവിടേക്ക് റസൂൽ പോയിട്ടുണ്ട്. അതേ സമയത്ത് ഇന്ത്യ മഹാരാജ്യത്തേക്ക് റസൂലുള്ളാഹി തങ്ങൾ വന്നതായിട്ട് ചരിത്രമില്ല, രേഖയില്ല. സഹാബത്ത് വന്ന ചരിത്രം എമ്പാടും. ഹിജ്റ 5 എന്ന് പറയുമ്പോ ഇന്നിപ്പോ ഹിജ്റ 1400 ജില്ലാനായി 1500ഓളം ആവാരായി. ഹിജ്റ 5 എന്ന് പറയുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോ, ഹിജ്റ പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ എത്ര വയസ്സിലായി ഹിജ്റ പോയേ? എന്റെ കൂടെ ഇല്ലേ?
നിങ്ങൾ എന്റെ കൂടെ ഇത് അങ്ങനെ തിരിയുമ്പോ സൗണ്ടേ ഇല്ല അല്ലേ? ഇത് അങ്ങനെ തിരിയുമ്പോ സൗണ്ടേ ഇല്ല. ഇത് ഈ ഇരുമ്പ് എങ്ങനെ വെച്ചിന് അതേപോലെ ഞാനും നിന്നോളൂ. ഇങ്ങനെ ഒരു ബസ് തിരിഞ്ഞാൽ സൗണ്ട് വരുന്നില്ല. ആട്ടെ, ഏതോ ആട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. ഇരുമ്പ് നിന്ന് ഈ മൈക്ക് സ്റ്റാൻഡ് നിന്ന പോലെ നിൽക്കാൻ എന്നെ കൊണ്ടാവല്ല. ഞാൻ ആടും തിരിയും മറിയും എല്ലാം ചെയ്യും മനുഷ്യന്മാരല്ല. അതിനനുസരിച്ച് സൗണ്ട് വരണോ? അങ്ങനത്തെ സൗണ്ട് ഉണ്ടാ പിന്നെ ഇഷ്ടം പോലെ ഇടെന്തോ ആയിട്ടില്ല എന്നെങ്കിലും കുറെ ഇപ്പുറം നോക്കിയിട്ട് നിങ്ങെല്ലാം മുണ്ടുമ്പോ സൗണ്ട് വേറാണ്. ഏതോ ആട്ടെ, നിങ്ങൾക്ക് തിരിയുന്നതല്ലേ? നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? ഇല്ലേ? അല്ല, നിങ്ങൾ ഔട്ട് ഓഫ് റേഞ്ചിലാണ്. ഞാൻ വയല് പറഞ്ഞത് നിങ്ങൾക്ക്, അല്ലാണ്ട് ബനു ഇസ്രായേൽക്കാർക്കല്ല. അപ്പൊ നിങ്ങൾ റീപ്ലൈ തരണം. നിങ്ങൾ നന്നായിട്ട് പ്രതികരിക്കണം. നിങ്ങളെ ഭാഗത്ത് സലാത്ത് നന്നായിട്ട് പറയപ്പെടണം. ആമീൻ ഉഷാറായിട്ട് ചെല്ലുന്നത് കേൾക്കണോ? അള്ളാഹു ഞങ്ങളെ മജ്‌ലിസ് കബൂലാക്കട്ടെ. ഹിജ്റ 5 എന്ന് പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത് 8ാമത്തെ വയസ്സില്. ഞങ്ങളെ മദ്രസയിൽ പഠിക്കുന്ന കുഞ്ഞുമോന് പോലും പറയാ 53ാമത്തെ വയസ്സ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പാലായനം ചെയ്തു. മദീന എന്ന മറുനാട്ടിലേക്ക് ഹബീബായ നബി തങ്ങൾ പോയി. അതിന്റെ പേരാണല്ലോ ഹിജ്റ. ആ ഹിജ്റ പോയിട്ട് 53-ൽ ഹിജ്റ പോയെങ്കിൽ ഹിജ്റ പോയിട്ട് 5 കൊല്ലം കഴിഞ്ഞപ്പോ അപ്പൊ നബി തങ്ങൾക്ക് വയസ്സ് എത്ര? 58. അപ്പൊ റസൂലുള്ളാഹി ഞങ്ങളെ മദീനയില് 58ാമത്തെ വയസ്സിൽ ജീവിച്ചിരിക്കുന്ന കാലം മുത്ത് റസൂലുള്ളാഹി ഞങ്ങളെ മദീനയിലെ ഹയാത്തോടെ ബാക്കിയായിരിക്കുന്ന കാലത്ത് പരിശുദ്ധരായ റസൂലുള്ളാഹി ഞങ്ങളെ സമ്പദത്തോടെ അനുഗ്രഹത്തോടെ ആശീർവാദത്തോടെ ഞങ്ങളെ മലയാളക്കരയിലേക്ക് സഹാബത്ത് ദീനിന്റെ ആശയവുമായി ലാ ഇലാഹ ഇല്ലല്ലാഹുമായി തൗഹീദുമായി കടന്നു വന്നു. പിന്നീടെത്തിയതല്ല, റസൂലുള്ളാഹി തങ്ങളെ ഹയാത്ത് കാലത്ത് തന്നെ സഹാബത്തുൽ കിറാം ദീനിന്റെ പരിശുദ്ധമായ ദീനിന്റെ പ്രചരണവുമായി ഞങ്ങളെ മലയാള നാട്ടിലേക്ക് കയറി വന്നു. കൊടുങ്ങല്ലൂർ കടപ്പുറത്ത് കപ്പലിറങ്ങിയപ്പോ മഹാന്മാരായ സഹാബത്ത് മാലിക്കുദ്ദീനാറും കൂട്ടരും അടങ്ങുന്ന ഏകദേശം 12ഓളം സഹാബത്ത് അവരതാ നിർമ്മിച്ച പള്ളി കാസർഗോഡുണ്ട്, മംഗലാപുരത്തുണ്ട്. ആ പള്ളികൾക്ക് നൂറ്റാണ്ടിന്റെ പഴക്കമല്ല, ഏകദേശം 1400 ചില്ലാനം വർഷങ്ങളെ പഴക്കമുണ്ട്. ഹബീബായ നബി തങ്ങളെ ഹയാത്ത് കാലത്ത് നിർമ്മിക്കപ്പെട്ട പള്ളിയാണത്. സഹാബത്തുൽ കിറാം നിർമ്മിച്ച പള്ളിയാണത്. സഹാബത്ത് നബി തങ്ങളെ കണ്ട് മനസ്സിലാക്കിയിട്ട് ദീനിന്റെ പ്രബോധനവുമായി ഇവിടെ കടന്നു വന്നു. പുതിയതായിട്ട് കിട്ടിയതല്ല, ഏതോ ഒരാളെ ബുക്ക് വായിച്ചിട്ട് പ്രചരിപ്പിക്കപ്പെട്ടതല്ല, ഏതോ ഒരാളെ വയലിലൂടെ കേട്ട് മനസ്സിലാക്കിയതല്ല, സഹാബത്തിലൂടെ കേട്ട് മനസ്സിലാക്കിയ ദീനാണ് ഞങ്ങളെ ദീന്. ശരിക്കും ഒരു അടിസ്ഥാനമുണ്ട്, നന്നായിട്ട് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്, ഒരു ബേസിക്കലി രൂപമുണ്ട്. ഇത് പുതിയതായിട്ട് വന്നതല്ല. അപ്പൊ പിന്നെ അങ്ങനെ ജീവിക്കണോന്ന് സഹാബികളെ കണ്ടങ്ങ് മതി. സഹാബികളെ കണ്ടിട്ടില്ലെങ്കിൽ അവരെ കണ്ടോരെ കണ്ടങ്ങ് മതി. ഇനി അവരെ കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ഇപ്പുറത്തുള്ളവരെ കണ്ടങ്ങ് മതി. കാരണം ഓർലൈൻ്റെ മുന്നത്തോരെ കണ്ടിട്ടല്ലേ വരുന്നത്. അതിന്റെ മുന്നേയുള്ളവർ എങ്ങനെ നിസ്കരിച്ചു, എങ്ങനെ ഖുത്ബ ഓതി, എങ്ങനെ തറാവി നിസ്കരിച്ച്, എങ്ങനെ തലമറച്ച് എന്താക്കി എന്നൊക്കെ മുന്നേയുള്ളവരെ കണ്ടിട്ടല്ലേ പിന്നുള്ളവർ വന്ന്. നല്ല കാലത്ത് ജീവിച്ചവർ അല്ലേ, അവരെയല്ലേ ഫോളോ ചെയ്യേണ്ടത്, ആ മഹാന്മാരെയല്ലേ അനുധാവനം ചെയ്യേണ്ടത്, ആ പാരമ്പര്യമല്ലേ പിന്തുടരേണ്ടത്. അല്ലാതെ പുതിയ ആശയങ്ങളല്ല, പുതിയ വാദങ്ങളല്ല. ഇനിയും പുതിയത് ലോകത്ത് കുറെ വരും. ഇപ്പൊ വന്നത് മാത്രമല്ല, ഇനി ഇതിന്റെ അപ്പുറം വരാനുണ്ട്. ആഖിറസമാനിന്റെ കാലമാണ്, ലോകാവസാനത്തിന്റെ കാലമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, മയ്യഇശ് മിൻകും അദാ, എന്റെ ശേഷം നിങ്ങൾ ജീവിക്കുമ്പോ, എന്റെ കാലശേഷം നിങ്ങൾ ജീവിക്കുമ്പോ ഫസയറാ ഇഖ്തിലാഫൻ കസീറാ,
ഒരുപാട് അഭിപ്രായങ്ങൾ കാണോ, ഒരുപാട് അഭിപ്രായങ്ങൾ കേൾക്കാം. മന്ത്രിക്കണോന്ന് ചെല്ലുന്നോറ് വേറെ, മന്ത്രിക്കണ്ടാന്ന് ചെല്ലുന്നോറ് വേറെ, തങ്ങന്മാരുണ്ട് എന്ന് ചെല്ലുന്നോറ് വേറെ, ഇല്ലാന്ന് ചെല്ലുന്നോറ് വേറെ, തറാവി 20 എന്ന് ചെല്ലുന്ന കൂട്ടറ്, 8 എന്ന് ചെല്ലുന്ന കൂട്ടറ്, അല്ല 6 എന്ന് ചെല്ലുന്ന കൂട്ടറ്, അല്ല തറാവിയും ചെല്ലുന്ന നിസ്കാരന്റെ ഇല്ലാന്ന് ചെന്ന കൂട്ടറ്. അങ്ങനെ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഈ സമുദായത്തിൽ ഉണ്ടാവും. മറ്റേ ജാതിയിലല്ല, മറ്റേ ജാതിയിൽ ഇനിയിപ്പോ എന്തുണ്ട് നമുക്കെന്തേ, അത് ഓർന്നു നോയിക്കോളൂ. അതിനിപ്പോ ഞമ്മതൽ ചൂടാക്കണമെന്നില്ല. ഞമ്മളല്ലേ ഒരേ റസൂലുള്ളാന്റെ ഉമ്മത്ത്, ഒരു അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കുന്ന സമുദായം, ഒരു ഖുർആനിനെ ഇമാമായിട്ട് അംഗീകരിക്കുന്ന ഈ വിഭാഗം ഒരിക്കലും ഭിന്നിക്കരുത്, അഭിപ്രായ വ്യത്യാസത്തിലാകരുത്, അനൈക്യത്തിലാവരുത്, ആചാരങ്ങളിലോ വിശ്വാസങ്ങളിലോ നിങ്ങൾ വിവിധങ്ങളായ പാർട്ടികളാകരുത്. കാരണം നിങ്ങളെ റബ്ബൊന്നാണ്, നിങ്ങളെ റസൂൽ ഒന്നാണ്, നിങ്ങളെ ഇമാമ പരിശുദ്ധ ഖുർആൻ ഒന്നാണ്. ഹബീബായ നബി തങ്ങള് അവിടുത്തെ ഹയാത്ത് കാലത്ത് തന്നെ ഇത് ദീർഘവീക്ഷണം നടത്തിയിട്ടുണ്ട്. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞല്ലോ, സ്വഹിയായ ഹദീസിലെ കാണാൻ നന്നായിട്ട് കേട്ടോ, മൻ യഈശു മിൻകും ബഅദി ഫസയറാ ഇഖ്തിലാഫൻ കസീറാ. ഇന്നത്തെ ബാല്യക്കാർക്ക് കണ്ടതെല്ലാം ദീനന്നെ, പുതിയതായിട്ട് കാണുമ്പോ പിന്നെ ബാക്കിന്ന് കൂടും തന്നെ. അപ്പൊ പിന്നെ ബാപ്പാന്റെ കാഫറാക്കിയൊന്നും മോശമില്ല, ഉമ്മാനെ ദജ്ജാലാക്കിയൊന്നും മോശമില്ല, പള്ളിയിലെ ഉസ്താദിനെ കള്ളനാക്കിയൊന്നും മോശമില്ല, അതേ തങ്ങന്മാർ തിരിയാത്തോറാണെന്ന് പറഞ്ഞൊന്നും മോശമില്ല, ഔലിയാക്കന്മാരും ചെന്നോറില്ല എന്ന് ചെല്ലൊന്നും മോശമില്ല. ഇന്നത്തെ ബാല്യക്കാർ ഇങ്ങനെയുള്ള ചില പുതിയതിന്റെ ബാക്കിന്ന് പായുകയാണ്. പാടില്ല പൊന്ന്, ഞങ്ങളെ നോക്കണ്ട. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞെന്തറിയാ, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ, ഒരുപാട് തർക്കങ്ങൾ, ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ, ഒരുപാട് ആശയങ്ങള്, ആചാരങ്ങള് എന്റെ ശേഷം നിങ്ങളെ കാണുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണമറിയാ, എല്ലാത്തിന്റെ ബാക്കൊന്നും കൂടിക്കോളി നല്ല റസൂലുള്ളാഹി പറഞ്ഞ, എല്ലാത്തിന്റെ ബാക്കൊന്നും കൂടിക്കോളി എന്നല്ല. ഞമ്മിപ്പോ അങ്ങനെ ആയിന് അല്ലേ, ഒരുത്തന്റെ പ്രസംഗം ഓതാടെ പീഡന്റെ തെർലിമിഞ്ഞാന്ന്, ഇനി മറ്റൊന്നൊരു 4 ആളെ കൂട്ടിയിട്ട് പിന്നെ ഒരുത്ത ഓതാൻ മരത്തിന്റെ അടിയിൽ, അതിന്റെ ഇടയ്ക്ക് വെള്ളിയാഴ്ച ഞങ്ങളെ ഉസ്താദിന്റെ പ്രസംഗം പള്ളിയില്, എന്തല്ലോ എല്ലാം ഞമ്മളെ എല്ലാം മാപ്പിള ജാതി തന്നെ, അപ്പുറത്തോറല്ല. ഈനെല്ലാം കാണുമ്പോ ഞമ്മളെ ബാല്യക്കാരൻ ഗാബരി ഓർമ്മ ഓതിയതായത്, മരത്തിന്റെ അടിയിലും ആയത്ത്, പള്ളിന്റെ ഉള്ളിലും ആയത്ത്, മേ ഖറാബ് ഹേ. ഇതിപ്പോ ഏത് മനുഷ്യരി എന്താക്കണ്ടേ, നീ എന്തു ആക്കണ്ടേ, നീ ആ പണ്ടത്തലേ നില്ല്, എന്തു ആക്കണ്ട. റസൂലുള്ളാഹി അങ്ങനെ പറഞ്ഞേ, നീ പണ്ടത്തലേ നില്ല്. പണ്ടുള്ളവർക്ക് ദീന് നല്ലോണം ഉണ്ടായിന്, ധാരാളം ഇൽമുണ്ടായിന്, നല്ല കാലത്ത് ജീവിച്ചവരായിരുന്നു, അല്ലാഹുവിനെ നല്ലോണം പേടിച്ചവരാണ്. അവരറിയാത്ത ഒരു ദീന്, അവർ കേൾക്കാത്ത ഒരു ദീന്, അവരനുഷ്ഠിക്കാത്ത ഒരു ദീന് ഇന്നത്തെ ലേറ്റസ്റ്റുകാരെ കയ്യിലില്ല. അപ്പൊ നീ പിഴവിടക്കണ്ട, നീ കൺഫ്യൂഷൻ ആവണ്ട, നീ സെന്റിന്റെ വീടേക്ക് കയറി പോലാവണ്ട. സെന്റിന്റെ വീടേക്ക് കയറി, സെന്റിന്റെ വീടേക്ക് കയറിയിട്ട് വീടക്കാരിലേക്ക് കേൾക്കുന്നല്ലോ, അതാ നല്ലൊരു സെന്റ് തരി, നല്ല സെന്റ് അല്ലെങ്കിൽ നല്ല മണമുള്ളത് കുറെ നിൽക്കുന്നത്, കുളിച്ചെങ്ങും മണം പോവാത്തത്, അയാൾ മഞ്ഞ കുപ്പി ഇട്ട് കൊടുക്കും, ബ്യൂട്ടിഫുൾ മോശമില്ല, അതാ ആ കുപ്പി അടിക്കല, ആ കുപ്പിനെ എടുത്ത അതിന് ഇതാവാ മോശമില്ല. നിങ്ങളെ ആ കുപ്പി അതിനുണ്ട്. ചുരുക്കത്തിൽ 7 കുപ്പിന്റെ തേച്ചിട്ട് നോക്കുമ്പോ മണി ഏതാവുന്ന ഓനെ കൺഫ്യൂഷനായി. ലാസ്റ്റ് അയാൾ കേട്ട് ഏതാവുന്ന അപ്പൊ ചെല്ലാൻ പറഞ്ഞ ഏതോ കാരണം ഓന് കൺഫ്യൂഷനായി. ഇതിപ്പോ ഏത് നല്ലത്, ഏത് മണോ ഇല്ലാത്തത് എന്ന പോലെ മരത്തിന്റെ അടിന്നും ആയത്ത്, പള്ളിന്റെ ഓടുന്നു ആയത്ത്, വീടിന്റെ ഓടുന്നു ആയത്ത്, 4 ആള് കൂട്ടിയിട്ടും ആയത്ത്, ജീപ്പിലും ആയത്ത്. ഇത് കേൾക്കുമ്പോ ഞങ്ങളെ ബാല്യക്കാർ അല്ല ഇത് ഏതും ശരി, നീ കൺഫ്യൂഷൻ ആണ്ട. സെന്റിന്റെ കീടേക്ക് വീടേക്ക് കയറിയ പോലെ നീ ആണ്ട. നിനക്ക് നല്ലൊരു വഴി കത്തിൽ നിൽക്കാൻ വേണ്ടിട്ട് ഒന്ന് അല്ലാഹുവിന്റെ റസൂൽ പണ്ടേ പറഞ്ഞു വെച്ചു. എന്തേ പണ്ടത്തോർക്ക് എന്തോ അറിയുന്നില്ല എന്റെ വിചാരം.
പണ്ടുള്ളവർക്ക് എന്തോ അറിഞ്ഞിട്ടില്ല, അവർ എല്ലാം തെറ്റിയിട്ട് പോയി. ഇതിനായിരിക്കും നിനക്ക് എന്തേ 38,000 റുപ്യന്റെ ലാപ്ടോപ്പ് നീ മേങ്ങനെ ചെറ്റ് നിനക്ക് തിരിഞ്ഞില്ലേ ലോകം. കമ്പ്യൂട്ടർ നിന്റെ കയ്യിലുണ്ട്, അതാ ദീന്. പണ്ടുള്ളവർക്ക് തിരിയാത്ത ദീനത്, അതല്ലേ സത്യത്തിൽ യഥാർത്ഥ ദീന്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പച്ചക്ക് പറഞ്ഞല്ലോ, പച്ചക്ക് പറഞ്ഞല്ലോ, നന്നായിട്ട് കേട്ടോ. വമൻ യുശാഖിഖിർ റസൂല വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ നുവല്ലിഹി മാ തവല്ലാ വനുസ്ലിഹി ജഹന്നമ വസാഅത് മസീറാ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞെന്തറിയാ, പണ്ടുള്ളവരെ ദൂരണ്ട, പണ്ടുള്ളവരെ ആക്ഷേപിക്കണ്ട, അവർ ഒന്നും തിരിയാത്തവരാണെന്ന് പറയണ്ട. വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, അല്ലാഹുവിന്റെ റസൂൽ കൊണ്ടുവന്ന പരിശുദ്ധമായ ദീനിന്, മുസ്തഫ റസൂലുള്ള പഠിപ്പിച്ച പരിശുദ്ധമായ ദീനിന് ഒരാൾ എതിരാവുകയാം. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, ഇന്നോളം നടന്നു വരുന്ന മുഅ്മിനീങ്ങളെ പാരമ്പര്യമില്ല, മുഅ്മിനീങ്ങളുടെ പൈതൃകമായ വിശ്വാസാചാരങ്ങളില്ല. അതല്ലാത്ത പുതിയൊരു വഴിയിലൂടെ ഒരാൾ പോവുകയും ചെയ്താൽ, പാരമ്പര്യ വഴി വിട്ടിട്ട് ആ നല്ല ആചാരങ്ങൾ, നല്ല കർമ്മങ്ങൾ അടങ്ങുന്ന പാരമ്പര്യ വിശ്വാസത്തെ വിട്ടിട്ട് മുഅ്മിനീങ്ങളെ വഴി എന്ന് പറയുമ്പോ ചില്ലറക്കാരുടെ വഴിയല്ല, അതല്ലാഹുവിനെ അറിഞ്ഞവരുടെ വഴിയാണ്, അത് ഈമാനുള്ളവരുടെ വഴിയാണ്, അത് അല്ലാഹുവിന്റെ വഴിയാണ്, അത് അല്ലാഹുവിന്റെ റസൂലിന്റെ വഴിയാണ്. പണ്ടുള്ള മുഅ്മിനീങ്ങളെ വഴി എന്ന് പറയുമ്പോ നിങ്ങൾ അവരെന്തോ അറിയാത്ത പോളം മാറാക്കണ്ട. വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീൻ, നല്ലവരായ മുഅ്മിനീങ്ങളുടെ പാരമ്പര്യ വഴിയല്ലാത്ത വഴിയിലൂടെ ഒരാൾ നീങ്ങിപ്പോയാൽ നുവല്ലിഹി മാ തവല്ലാ, അവൻ കണ്ടുപിടിച്ചു വന്ന പുതിയതിലേക്ക് തന്നെ ഞങ്ങൾ അവനെ തിരിക്കുന്നതാണ്. പാപ്പ എന്തോ അറിയാല, ഉപ്പാപ്പാക്ക് എന്തും തിരിഞ്ഞിട്ടാ, പണ്ടുള്ളവർക്ക് എന്തോ അറിയാല എന്ന് പറഞ്ഞിട്ട് പുതിയ പുതിയ ആശയങ്ങളുമായി വാദങ്ങളുമായിട്ട് വന്ന ഈ മനുഷ്യനില്ല, ഇവനെ അതാ ഞങ്ങൾ അതിലേക്ക് തന്നെ തിരിച്ചു വിടുന്നതാണ്. അവന് നേരാവേല, കാരണം അവ അത്ര കണ്ട് കുരുത്തക്കേടിന്റെ വാദമാ പറയുന്നത്, അത്ര വല്ല കുരുത്തക്കേടിന്റെ വാക്കാ പറയുന്നത്. പണ്ടുള്ളവർക്ക് എന്തോ അറിയല്ല, മുഅ്മിനീങ്ങളെ വഴി നല്ലതല്ലാന്ന്. വലിയ കുരുത്തം കെട്ട വാദമല്ലേ അത്, വലിയ ധിക്കാരത്തിന്റെ വാദമല്ലേ. കാലം 1400 ജില്ലാനം ആണ്ടായി ലോകത്ത് മുഅ്മിനീങ്ങൾ കഴിഞ്ഞു പോണു. അതിലെത്ര മഹാന്മാർ, എത്ര ഔലിയാക്കളി, എത്ര സ്വാലിഹീങ്ങള്, എത്ര കിടയറ്റ ആലിമീങ്ങള്, എത്ര ഷഹാദത്തിന്റെ കലിമ ചൊല്ലിയ മുഅ്മിനീങ്ങള്. അവരതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വരുത്തയിടത്തുള്ളെങ്കില് ഇതിനേക്കാളും വലിയൊരു കുരുത്തക്കേടോ വേറെ കിട്ടാനുണ്ടാ? അല്ലെന്ത് പറഞ്ഞെന്തറിഞ്ഞ ഓനെ ഞങ്ങ ബോധം കൊടുക്കും, ഓൻ ശരിയാവും, ഒരു പാട്ട തണ്ണി മന്ത്രിച്ചിട്ട് വീട്ടിങ് ക്ലിയർ ആവും എന്നല്ല അള്ളാഹത്തിൽ പറഞ്ഞേ. നുവല്ലിഹിമത്തവല്ല, ഓൻ പോകുന്നിടത്തേക്ക് ഞാൻ മോനെ ഊന്തിട്ട് വിടും. എന്തേ? ഓൻ ശരിയില്ല. എല്ലാരെയും ചെറുതാക്കിയിട്ട്, ഒന്നും തിരിയാത്തോറാക്കിയിട്ട്, പറ്റേ കാഫറാക്കിയിട്ട്, മുശ്രിക്കാക്കിയിട്ട് ഈ ചങ്ങായി ഞാൻ മാത്രം സ്വർഗത്തിലും ചെല്ലാൻ കഴിഞ്ഞെങ്കിൽ ഇത് ഒന്നാമത് നല്ലവരെ കൊച്ചാക്കുന്ന അദബുകേടിന്റെ വാക്ക്. രണ്ടാമത് അവർക്കൊന്നും തിരിഞ്ഞിട്ടില്ല, എനക്കെല്ലാം തിരിഞ്ഞു എന്ന വാദം വലിയ കിബറിന്റെ വാദമാണ്, അത് ഇബ്ലീസിന്റെ വാദമാണ്. അവൻ നേരാവില്ല, കാരണം കിബർ എന്നത് വളരെ അപകടമാണ്. നുവല്ലിഹി മാ തവല്ലാ, അവൻ പോകുന്ന വഴിയെ ഞങ്ങൾ അവനെ തിരിച്ചുവിടുന്നതാണ്. വനുസ്ലിഹി ജഹന്നമ, നാളെ പരലോകത്ത് കത്തിയാളുന്ന നരകത്തിന്റെ ആഘാതഗർത്തത്തിലേക്ക് ഞങ്ങൾ അവരെ വലിച്ചെറിയും കേട്ടോ. ബാക്കിൽ കസാലുണ്ടല്ലേ, ചന്തത്തിൽ ജോറാക്കണ്ട, കിടക്കള ജോറാക്കണ്ട. ഓർക്കെന്തുകൊണ്ടാ കുടിക്കാനേ? കൂടെന്തും ഇല്ലേ? ഇപ്പൊ കൊണ്ടണ്ട, ഇപ്പൊ ബീച്ചിൽ വന്നത്ര ഞസല്ല, അത് വേണ്ടിയപ്പോ കൊടുക്കും. ഒരു മനുഷ്യന് ഒരു തുള്ളി ചായ കിട്ടിന്റെ നല്ലുണ്ടായിന്ന് തോന്നുമ്പോ കൊടുക്കണം, എങ്കിൽ ആ ചായക്ക് ഹോർലിക്സിന്റെ ഫ്ലോർ ഉണ്ടാവും. ഇത് ഈ ടൈമിൽ കൊടുത്തെങ്കിൽ എന്ത് കാര്യമില്ല, കാരണം എല്ലാവരും പൊക്കിളി വിരിയോളം തിന്നിട്ടേ വന്നില്ല, ഞാൻ അടക്കം. 9:45 ഒരു 10 വന്നങ്ങ് റാഹത്തല്ലേ.
വേണമെന്ന് തോന്നും. ഇരുന്നിരുന്ന് ബച്ചിയും ഉണ്ട്, ബച്ചിറ്റും ഉണ്ടാവും, ഇവിടെ കുടിച്ചതെല്ലാം ദാഹിച്ചിട്ടും ഉണ്ടാവും. ആ സമയത്ത് കൊണമെങ്കിൽ ഉണ്ടല്ലേ വണ്ണി ചെന്ന് അല്ല ആന കൊടുത്തെങ്കിലും ആശ കൊടുപ്പിക്കാൻ കഴിയാ ഉണ്ടല്ലേ. അള്ളാഹു അതൊരിക്കൽ സംഘാടകർക്ക് ഖൈറും ബർക്കത്തും നൽകട്ടെ. ഈ നല്ല ബർക്കത്തുള്ള മജ്ലിസിൽ കുടിക്കുന്നത് കൊണ്ട് അള്ളാഹു താല ആ കുടിപാനീയം കൊണ്ട് ഞങ്ങളെ തടിക്കും ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞേ മുഅ്മിനീങ്ങളെ വഴി, നല്ലവരുടെ വഴി, പാരമ്പര്യ വഴി, ആ പഴയ കാലത്ത് ജീവിച്ച മുഅ്മിനീങ്ങളെ വഴി അതുവരെ ആക്ഷേപിച്ചു വരുന്നുവെങ്കിൽ നുവല്ലിഹി ജഹന്നം വനുസ്ലിഹി ജഹന്നം, അവനെ ഞങ്ങൾ നരകത്തിലേക്ക് വലിച്ചെറിയും. ജാഗ്രത. അവന്റെ ബാക്കിന്ന് കൂടണ്ട, അവന്റെ പ്രസംഗം കേട്ടിട്ട് കൂടണ്ട, അവന്റെ പുസ്തകം വായിച്ചിട്ട് കൂടണ്ട. കാരണം അവന്റെ പോക്ക് ശരിയല്ല. ഒന്നാമത് ധിക്കാരത്തിന്റെ പോക്കാണ്, രണ്ടാമത് അഹങ്കാരത്തിന്റെ പോക്കാണ്, മൂന്നാമത് അദബുകേടിന്റെ പോക്കാണ്. എന്തോ അറിഞ്ഞിട്ട തിരിഞ്ഞിട്ട അവർക്കെന്തോ അറിയില്ല. ഇത് എത്ര വലിയ കുരുത്തക്കേട്ട വാക്ക്. അവർക്ക് തിരിഞ്ഞെന്റെ കാലം പക്ഷെ നമുക്ക് തിരിഞ്ഞില്ല. ഇത് തിരിഞ്ഞിട്ടില്ല അവർക്കെന്തോ അറിയാല. അവർ കാഫിർ, അവർ മുശ്രിക്ക് എന്നെല്ലാം പറഞ്ഞു. എല്ലാരും കേൾക്കണം. ചായ ബീറ്റോനും കേൾക്കണം, കൊടുക്കുന്നവനും കുടിക്കുന്നവനും എല്ലാരും കേൾക്കണം. ഞാൻ എന്ത് പറഞ്ഞ എല്ലാരും കേൾക്കണമെന്നല്ല, അല്ലെ ഞാൻ വിഷയം എന്ത് പറഞ്ഞ. നിങ്ങൾ ഏതോ ലോകത്തുണ്ടെങ്കിൽ ഞാനിതിനീ കളിക്കണം. എനക്കാ എത്ര 5,000 റുപ്യ 6,000 റുപ്യ ഇരുവാൻ പോയി 60. നാളെ ക്ലിപ്പ് വരുവാ. അല്ലെങ്കിൽ മനുഷ്യന്മാർ ഒരുപാട് നടന്നുകൊണ്ടു പൈസന്റെ ആള് ഈ ചെല്ലവും ബാറ്റൊക്കെ മണ്ണ് കയറ്റുന്നത്. അങ്ങനത്തെ വെറുതെ മനുഷ്യന്മാർക്ക് എന്തൊക്കെ ഒരു പിത്തന വേണ്ടേ. അസൂയ മൂത്താ പിന്നെ പിത്തനയോട് പിത്തനായിരിക്കും. നിങ്ങൾ നോക്കുക, അപ്പുറത്തെ വീടില് കച്ചവടം ഇപ്പുറത്തെ വീടിയും ഉണ്ടെന്ന് കണ്ടെങ്കിൽ ഇപ്പുറത്തെ വീടിക്കാരൻ പറയും എന്റെ പയർ നല്ല പയർ, അത് മൂന്നിങ്ങൾക്ക് മുന്നത്തത് അപ്പുറത്തത്. അസൂയ സംഗതി അതിന്റെ പിന്നെ തോന്നുന്നത് പിത്തന അസൂയ. അതിന് മരുന്നില്ല. ഇന്നത്താസുബദ ഉല്ലാദ വഅലഹു ഇല്ലൽ ഹിദായത മിൻ മൗലാഹു യുഅതിഹാ. ഞാൻ പൈസന്റെ തമാശക്ക് പറഞ്ഞാവല്ലേ, കാര്യ കണ്ട തരാണ്ടിരിക്കലേ. അതിനും കാര്യാക്കിയിരുന്ന ഏതോ ആട്ട് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു തആല ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ. ആമീൻ ചൊല്ല്. അല്ലാഹു ഞങ്ങളെ ഇൽമു നാഫിയാക്കട്ടെ. അത് പിന്നെ മഹാന്മാരുടെ വഴി അല്ലാഹു തആല മറ്റൊരായത്തിൽ പറയുന്നത് കേട്ടോ, വസാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ. നല്ലവരായ സഹാബത്ത്, അൻസാരികളായ മദീനക്കാരും മുഹാജിരീങ്ങളായ മക്കക്കാരുമാകുന്ന നല്ലവരായ മുൻഗാമികളാ. വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അവരെ ഫോളോ ചെയ്തിട്ട് പിന്നീട് വന്നവരാ, അവരെ അനുകരിച്ചവരെ, അവരെ ഫോളോ ചെയ്തവരാ, അവരെ വഴിയെ നീങ്ങിയ പിന്നീടുള്ള മുഅ്മിനീങ്ങളാ. റളിയല്ലാഹു അൻഹും വറളൂൻ, അവർ അല്ലാഹു പൊരുത്തപ്പെട്ട വിഭാഗമാണ്. കാരണം നല്ലവരിൽ നല്ലവരായ സഹാബത്ത് അവരെ ഫോളോ ചെയ്തിട്ട് ഇത്തിബാ ചെയ്തിട്ട് പിന്നീട് വന്ന പിന്തുടർച്ചക്കാരായ മുഅ്മിനീങ്ങള് അവരൊക്കെ ലോകം കണ്ട നല്ല വിശ്വാസികളാണ്, നല്ല മുഅ്മിനീങ്ങളാണ്. അവരൊന്നും തിരിയാത്ത പൊട്ടന്മാരല്ല, ദീനറിയാത്ത ജാഹിലീങ്ങളല്ല, തെളിവറിയാതെ കണ്ട കർമ്മങ്ങൾ ചെയ്തവരല്ല. പ്രൂഫ് ഇല്ലാതെ, അടിസ്ഥാനമില്ലാതെ, എവിഡൻസ് ഇല്ലാതെ ഒരു കാര്യവും മുൻഗാമികൾ ചെയ്തിട്ടില്ല. അവർ സഹാബത്തിനെ കണ്ടോ, സഹാബത്ത് റസൂലുള്ളാഹിനെ കണ്ടോ. അങ്ങനെ നല്ല പാരമ്പര്യത്തിലൂടെ ജീവിച്ച് വിശ്വസിച്ച് വന്നവരാണവർ. അതുകൊണ്ട് റളിയല്ലാഹു അൻഹും അവരെല്ലാം പൊരുത്തപ്പെട്ടിട്ടുണ്ട്. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞെന്തറിയാ, എന്റെ ശേഷം നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കാണുമ്പോ, എന്റെ ശേഷം നിങ്ങൾ അഭിപ്രായ വ്യത്യാസം കാണുമ്പോ, എന്റെ ശേഷം നിങ്ങൾ അഭിപ്രായ വ്യത്യാസങ്ങൾ പല വാദങ്ങളും കോലാഹലങ്ങളും കാണുമ്പോ, മൗലിദ് വേണോ മൗലിദ് വേണ്ട, ഉറൂസ് വേണോ ഉറൂസ് വേണ്ട, തങ്ങന്മാരുണ്ടോ തങ്ങന്മാറില്ല. ഞാൻ ഒരു ചങ്ങായിന്റെ പ്രസംഗം കേട്ടിട്ടില്ല നിങ്ങ? നിങ്ങൾ മുന്നോട്ടൊരു ചങ്ങായിന്റെ പ്രസംഗം കേട്ടിട്ടില്ലേ? കേട്ടിട്ടില്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിലേക്ക് MB ഡൗൺലോഡ് ആക്കിയിട്ട് നിങ്ങൾ കേട്ടിട്ട് കേൾക്കണമെന്നില്ല.
കാരണം സൂറത്തു ഇഖ്ലാസിന്റെ ഭാഗം എന്തോ അല്ല അത് ഞാൻ കേട്ടിനി ഇപ്പോഴും ഉണ്ടത്. അയാള് പച്ച മലയാളത്തിൽ അയാളത് ഒന്നല്ല ഒന്നിലേറെ അയാളത് മാത്രല്ല അങ്ങനത്തെ കുറെ വിധേയികളത് പുത്തനവാദികളത് ഞങ്ങൾ പാർട്ടി പറയുന്നതല്ല, ഞങ്ങൾ ദീന് പറയുന്നത്. ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടല്ല, ചില ആൾക്കാരും ചെല്ലെങ്കിൽ ദീനി പിന്നെ നമ്മളെ ഈ ആചാരങ്ങളാനിട്ട് അങ്ങനെ കളിയാക്കുന്നവർക്കല്ല, ഞങ്ങളെ ഉള്ളിലുള്ളവർ തന്നെ ചില ബമ്പന്മാരുണ്ട് നല്ലോറും. ഉസ്താദെ നിങ്ങൾ പാർട്ടി ഒന്നും ചെല്ലണ്ട, കൂടെ എല്ലാം ഒന്നും എന്തത് മണ്ണിയ എല്ലാം ഒന്നാവൻ. പള്ളിന്റെ ഉള്ളിലുള്ള ഹദ്ദാദ് അത് സുന്നത്താണ്, അത് ദിക്റാണ്, അത് മഹാന്മാർ കാണിച്ചു തന്ന വഴിയാണ്. അത് എടുക്കണമെന്ന് പറയുന്ന മുസ്ലിമും അത് പാടില്ല ഷിർക്കാണ് എന്ന് പറഞ്ഞു വരുന്ന മുസ്ലിമും ഒരുപോലെ അഭിനയ ഷിർക്കാണെന്ന് പറയുന്നവനെ തിരുത്തണ്ടേ, അത് ചെല്ലു കൊടുക്കണ്ടേ. നീ പറഞ്ഞ ശരിയല്ല, നിന്റെ ഈ പോക്ക് ശരിയല്ല. എന്നെ നോക്കി ഈ കിടാക്കളെ നിങ്ങൾ എതിർക്ക കടത്തനെയാ അല്ല അവർ വരുന്നയാ. കിടാവിന് ഭയങ്കര ബസിയായിരുന്നു. സുന്നത്ത് ജമാഅത്ത് കേൾക്കണം എന്നെ എന്തോ ആട്ടെ. അല്ലാഹു തആല ഞങ്ങളെയും ഞങ്ങളെ മക്കളെയും ഈമാൻ സലാമത്താക്കട്ടെ. ഈമാൻ ബൽദ് കച്ചവടം പൊട്ടിയെങ്കും സാരില്ല, അല്ലാഹുണ്ട് മീത്ത. മക്കള് കിട്ടിയെങ്കും മോശമില്ല, കിട്ടിയില്ലെങ്കും മോശമില്ല, അല്ലാഹുണ്ട് മീത്ത. ഈമാന് പൊട്ടിയ എല്ലാം പോയി. അല്ലാഹു തആല തരുന്ന നിയമത്തുകളെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നിയമത്ത്, ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ലാത്ത നിയമത്ത് അത് ഈമാനാണ്. അത് ഏത് ഈമാൻ അറിയാ? കരകളഞ്ഞ ഈമാന്, ഒന്നൊന്നര ഈമാന്, ഒറിജിനൽ ഈമാന്, നല്ലവരെ കാണിച്ചു തന്ന വഴിയെ പറഞ്ഞു വന്ന ഈമാന്, പൂർവസൂരികളായ മഹാന്മാർ കാണിച്ചു തന്ന ആ നല്ല ഈമാന്, അവർ പഠിപ്പിച്ച ഈമാന്, അതിൽ കളങ്കമില്ല. ചില കമ്മിറ്റിക്കാരെല്ലാം ചെല്ലലുണ്ട് അങ്ങനെ. ഇവിടുത്തെ കമ്മിറ്റിന്റെ വിഷയമല്ല അവലെ ഇടുത്തോറ് ചെല്ലെങ്കിൽ ഇടുത്ത തന്നെ വരുന്നാട് വിളിച്ചില്ലെങ്കിലേ വേറെന്തോ ആക്കാനില്ല പോടെ. ഉസ്താദേ ഞങ്ങൾ പാർട്ടി ഒന്നും ചെല്ലണ്ട. പാർട്ടി എന്ത് അല്ലെങ്കിൽ പാർട്ടി ആയിട്ട് ഒരു പള്ളി പോയി മറ്റേ പള്ളിന്റെ സൈഡിൽ തുടങ്ങിയത് പൂജ. പാർട്ടിയല്ല ഇത്, ഇത് ദീന്, ഇത് പാർട്ടിയല്ല. ഞങ്ങൾ ആരും പാർട്ടി ചെല്ലുന്നില്ല. ഏതോ ഒരു ചങ്ങായി ചെല്ലാലും ഇന്നലെ വരുമ്പോ നാളെ നിസാമി അല്ല അയാൾ പാർട്ടി ചെല്ലുവാ, അയാളെ പറയുവാ. ഞങ്ങൾക്ക് ഇതന്നല്ലേടാ പണി, നീ പറയുന്ന പോലെ ഞങ്ങൾ പറയുന്നില്ലേടാ, അത് നിന്റെ ചിന്ത. ഏടെങ്കിലും കേട്ട എന്റെ കളിപ്പ് നിങ്ങ ചില മനുഷ്യന്മാർ അങ്ങനെ പറയോ ഈനെ നോക്കാൻ ഓയിപ്പോട്ട് 2 മണിക്കൂർ ഇരുന്നിട്ടുണ്ടാവും. ഓയ് കഥ കേൾക്കുന്ന ഇയാളെ ഇടക്ക് പറയുന്ന നോക്കിയാ വേറെ എന്തിപ്പോ ഞാൻ ഓരോ ആയത്തൊന്നും തോന്നിട്ടുണ്ടാവില്ല. നമുക്ക് ഇത് തന്നെ പണി, നമുക്ക് നമ്മൾ തന്നെ ഉണ്ട് ഒരു കുറെ എണ്ണ. പിന്നെ ബാക്കിയുള്ളവർ ഞാൻ വേണ്ടുന്നതിന് ഇത് പാർട്ടിയല്ല, ഇത് പാർട്ടിയല്ല, ഇത് ഗ്രൂപ്പിസമല്ല. ഹദ്ദാദ് വേണോ ഹദ്ദാദ് എടുക്കണോ? പള്ളിയിൽ പണ്ടേ ഉണ്ട് ഹദ്ദാദ് ജല്ലി 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 ജല്ലിയിട്ട് പോയാ നല്ല വയസ്സനായ മനുഷ്യ അല്ലെങ്കിൽ നല്ല വയസ്സത്തിയായ ഉമ്മ അവസാനം മരിക്കുമ്പോ ആ ഹദ്ദാദിൽ ജില്ലാതെ എന്തി തീരോടത്തോളം കൊടുത്തോണ്ടേയിരിക്കുന്നേ. മതി മതി, നിങ്ങൾ ഇരിക്കുക അവിടെ ഒരു സൈഡില്, നമുക്കത് വിശ്വാസമാണ്. ഇരിക്കി എല്ലാരും ഇരിക്കി. നിങ്ങൾ നന്നോ വയലിന്റെ മജിലിസിൽ കണക്ക് നേരെ ഇടപെടാൻ പാടില്ല. നമുക്ക് നല്ല അധ്വാനം. നിങ്ങൾക്ക് ചിലപ്പോ എന്റെ സ്റ്റൈല് പിടിച്ചോളണമെന്നില്ല. ഞാൻ ഫസ്റ്റ് സ്റ്റേജിന് നിങ്ങൾക്ക് സ്റ്റൈല് പിടിച്ചില്ലെങ്കിലും സാരമില്ല. അള്ളാഹു ഞങ്ങളെ കൽബിന് കിബിറ് തരാതെ ഇഖ്ലാസ് തന്നിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടും പോയിക്കൊണ്ടും വന്നോണ്ടിരിക്കുമ്പോ ഇല്ലേ ഞങ്ങൾ ഇതിന് നല്ലോണം പ്രിപ്പയർ ആക്കിയിട്ട് വരുന്നത്. ഞങ്ങൾ ഇത് കമ്പ്യൂട്ടർ നിർത്തി ചെന്നതല്ല. അപ്പൊ ഞമ്മ ഇതിനെങ്ങനെങ്കിലും ഒന്ന് ചന്തത്തിൽ വിഷയം ചൊല്ലണം. കാരണം ഇത് അള്ളാന്റെ ദീനല്ലേ, തോന്നിയത് പറയാൻ പാടില്ലല്ലോ. മൈക്കുണ്ട്, നിങ്ങൾ പൈസ തരുന്ന പോകുമ്പോ എന്നെ കാറിൽ കൊണ്ടുവന്ന് ഏലിട്ട് ബൈക്ക് വന്നെ ബഹളാണ്. ഇത് ദീനല്ലേ, അപ്പൊ അതിന് നല്ല മട്ടം പോലെ ചെല്ലണോ, അതിന് കുറച്ച് അധ്വാനിക്കണോ, അതിന് കുറച്ച് പണിയുണ്ട്. അപ്പൊ ചന്തത്തിലൊന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെടണോ? കേട്ട 2 മണിക്കൂറിന്റെ വാല്യൂ എല്ലാരും മെമ്മറിയിൽ വേണം നിർബന്ധമില്ല, എല്ലാവർക്കും അറിയാൻ കഴിഞ്ഞോളൊന്നുമില്ല. ഖൈറുല്ലക മിന ദുനിയ വമാ ഫീഹാ മുസ്തഫായ റസൂലുള്ളാഹ്. മുസ്തഫായ റസൂലുള്ളാഹ് നിന്റെ ഉപദേശം കൊണ്ട്, നിന്റെ വഅല് കൊണ്ട്, നിന്റെ പ്രബോധനം കൊണ്ട്, നിന്റെ പറച്ചല് കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ, ഒരാളെങ്കിലും നന്നായാൽ ഖൈറുൽ ലക മിനദ് ദുനിയാ വമാ ഫീഹാ, ഞങ്ങൾക്കത് മതി.
ഞങ്ങളെ കട്ടപ്പാടല്ല സ്വീകരിച്ചോ, ഞങ്ങളെ അധ്വാനമല്ല കബൂലാക്കി, ഞങ്ങളെ ത്യാഗമല്ല കബൂലാക്കി, ഞങ്ങളെ അധ്വാനമല്ല കബൂലാക്കി. എപ്പോ ഞങ്ങൾ ഈ പരിപാടി കൊണ്ട് ഒരാൾക്കെങ്കിലും ഉപകാരം കിട്ടണം. ഒരാണിനാ ഒരു പെണ്ണിനാ എല്ലാവർക്കും കിട്ടിയാ നന്നായി. അല്ല, അറ്റ്ലീസ്റ്റ് കടിമ പക്ഷ ഏറ്റവും ചുരുങ്ങിയത് ഒരാൾക്കെങ്കിലും ഉപകാരം കിട്ടണം. അങ്ങനെ പാടിയിട്ട് പോകുന്ന പാട്ടൊന്നുമല്ല, ഇത് കൊല്ലത്തോട് കൊല്ലം നടക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടത്തുന്ന ഒരു ചടങ്ങുമല്ല. ഇത് അള്ളാന്റെ ദീന്, ഇത് ദിക്ർ, ഇത് ഏറ്റവും വലിയ ഇബാദത്ത്, ഇത് ഏറ്റവും വലിയ അമല്, ഇത് മറ്റുള്ളവർക്കും കൂടി ഉപകാരപ്പെടും. ഞാൻ പറഞ്ഞു വന്നതില്ലെങ്കില് സഹാബത്ത് കാണിച്ചു തന്ന, മുൻഗാമികളെ കാണിച്ചെന്ന ആ പാരമ്പര്യ വഴിയെ ചോദ്യം ചെയ്തിട്ട് വരുമ്പോ അതിനെ നമുക്ക് എന്താക്കേണ്ടി വരും? പറഞ്ഞു കൊടുക്കേണ്ടി വരും. ആയത്തോതിയിട്ട് ലാട്ടി എടുത്തിട്ടല്ല പറഞ്ഞു കൊടുക്കുന്നത്. പേടിക്കണ്ട, ലാട്ടിയ AK-47 ഒന്നും എടുക്കുന്നില്ല. അങ്ങനെ വന്നിട്ട് അതെല്ലാം തെറ്റ്, ഇത് ശരിയല്ല, കുത്തുവിയത്ത് വേണ്ട, ഉറൂസ് വേണ്ട, തലീകെട്ട് വേണ്ട, തറാബി വേണ്ട, എന്തും വേണ്ട. ആകെ വേണ്ടിയ ഒരു 350 ഗ്രാംസ് താടിയും വേറെന്തെങ്കിലും കുറച്ച് അത്തരം എല്ലാം വേണ്ടെന്ന് തന്നെ. വേണ്ട, ശരിക്കാൻ പറയുന്നതല്ല, പരിഹസിച്ചതല്ല. അങ്ങനെ അവഹേളിച്ചുകൊണ്ട് ഈ മുഅ്മിനീങ്ങള്, മുസ്ലിമീങ്ങള് പറ്റേ കഫറാണ് 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 എന്ന് പച്ചക്ക് പറയുമ്പോ അതിനെതിരെ ഞങ്ങൾ ഉത്ബോധനം നടത്തണ്ടേ? അത് പാർട്ടി പറയുന്നതാ? അത് പാർട്ടി പറയുന്നല്ലേ? അല്ല ഉസ്താദെ, ഓനും മാസിക ഒന്തിക തരുന്നു പള്ളിക്ക് 4 തേങ്ങയും 3 പത്രവും. ഓന്റെ തേങ്ങയും വേണ്ട, മാങ്ങയും വേണ്ട. ഓന്റെ തേങ്ങ പള്ളിന്റെ ഉള്ളിൽ നടക്കുന്ന ആചാരങ്ങളാ നേതൃത്വം കൊടുത്ത മഹാന്മാർ, സയ്യിദന്മാർ, ആ കൂടിയ 100 കണക്കിന് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന ഏർപ്പാട് പറ്റേ ശിർക്കാണ്. അവർ മുശ്രിക്കീങ്ങളാണെന്ന് പറയുന്നവന്റെ 4 തേങ്ങയാ വേണ്ടത്. എന്തിനു അവന്റെ 4 തേങ്ങ? എന്തൂടെ കറിക്ക് ടേസ്റ്റ് വരല്ലേ? തേങ്ങ ഇട്ടില്ല, ആ തേങ്ങ ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഇതായിട്ട് കാണും, കുറച്ച് BP കൂടിയ പോലെ കാണും. അത് BP അല്ല, നിങ്ങൾ പേടിച്ചോണ്ടാ. ചില ആൾക്കാർ അങ്ങനെ, ചില ബമ്പന്മാർ കമ്മിറ്റിക്കാർ പറയലുണ്ട് അങ്ങനെ, ഉസ്താദ് കൂടെ എല്ലാരും ഉണ്ട്. അതിനെന്താ കൊണ്ട് ഇപ്പൊ എല്ലാരും പൂയാണ്? എല്ലാരും പൂഞ്ഞിട്ട് എന്നതാ ഉള്ളതെല്ലാം പോയിക്കൊണ്ടുള്ളോ. നീ കടാക്കടി ബദറിന്റെ ബദരീങ്ങൾ നിന്ന പോലെ നിന്നെങ്കിൽ എന്തോ ആവല. നീ എല്ലാരും പൂഞ്ഞിട്ടാകുമ്പോ എല്ലാം പോയി. ഇനി 3 ബാക്കിയുള്ളൂ, നമ്മളതും പിന്നെ ഔദ്യാർത്ഥം. തിരിഞ്ഞാ നിങ്ങക്ക് തിരിഞ്ഞിട്ട് അല്ല, തിരിഞ്ഞത് ഏറിയാ നിങ്ങ ഈ ഊതിയ ഫുഗ്ഗ പോലെ ദമ്മു പിടിച്ചിന് ഇങ്ങനത്തെ തലലാട്ടണം കുറച്ച്. അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു ഞങ്ങളിൽ മുനാഫിയാക്കട്ടെ. പറയുന്ന എനിക്കും കേൾക്കുന്ന നിങ്ങൾക്കും അള്ളാഹു ഉപകാരപ്പെടുത്തട്ടെ. പറഞ്ഞു വന്നത് കണ്ടില്ലേ, നിങ്ങൾ ആ ക്ലിപ്പില് പറഞ്ഞ കണ്ടില്ലേ? തങ്ങന്മാർ അഹ്ലു ബൈത്ത് എന്നൊന്നില്ലേ ഇല്ല. ഇന്നലെ ഞാൻ അവരൊരു ഡിബേറ്റ് ഉണ്ടായി. ഈ പുത്തനവാദികളുടെ ഒരു ഡിബേറ്റ് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും. ഇപ്പൊ ഈ അടുത്ത കാലത്തെല്ലാം ഉണ്ടായി. അപ്പെല്ലാം ചോദിക്കുന്ന ചോദ്യമാണ്, തങ്ങന്മാരുണ്ടാ ഇസ്ലാമില് പാരമ്പര്യം അതിന് വലിയ ഇതുണ്ടാ, പവറുണ്ടാ? കുടുംബ പാരമ്പര്യത്തിന് വലിയ പവറുണ്ടാ? അപ്പോഴെല്ലാം വേറെ മറുപടി, അങ്ങനെ ഒരു കുടുംബ പാരമ്പര്യത്തിന്റെ മഹത്വം ഇസ്ലാമിലില്ല. ഇസ്ലാമിൽ എല്ലാവരും ഒരേപോലെ ഈമാന കറക്റ്റായി മതി. തങ്ങന്മാർ ഇല്ലേ ഇല്ല. ഒരു ചങ്ങായിന്റെ പ്രസംഗം പറഞ്ഞ തങ്ങന്മാരും ചെല്ലൊരു പ്രത്യേക വിഭാഗമില്ല. സയ്യിദുമാർ, സാദാത്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു മഹൽ വ്യക്തിത്വങ്ങളില്ല. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും തങ്ങൾ തന്നെ. എന്നിട്ട് അയാൾ പറയുന്നറിഞ്ഞ ഞാനും തങ്ങ ആട്ട് സാരില്ല, അയാള് ചെല്ലെങ്കിൽ സാരില്ല. കാരണം അയാൾ നമ്മളെ കണ്ണൊരു മുസ്ലിമാണ്, പുത്തനവാദി ആണെങ്കിലും ഒരു മുസ്ലിമാണ്. അയാൾ ചെല്ലും ഒരു സമാധാനിക്കാഞ്ഞി. ഇയാള് പിന്നെ എണ്ണിക്കൊണ്ടേ പോയി. ലാൽ കൃഷ്ണ അഡ്വാണിയും തങ്ങൾ തന്നെ, വിനയ കട്ടിയാറും തങ്ങൾ തന്നെ, ഉമാഭാരതിയും തങ്ങൾ തന്നെ. എങ്ങനെയുണ്ട്? നേരാന്നായി മൈക്ക് കേട്ടിട്ട് കളവാ ഇപ്പൊ എവിഡൻസ് ഇല്ലാതെ പറഞ്ഞെങ്കിൽ ലൈവ് അല്ലേ, നാളെ ക്ലിപ്പ് വരല്ലേ? ആ ബോധം അണക്കില്ലേ? അഹ്ലു ബൈത്ത് ഇല്ലാന്ന് എല്ലാവരും അഹ്ലു ബൈത്ത് തന്നെ. എല്ലാ തങ്ങന്മാരും ഞങ്ങളുടെ പ്രത്യേക ഒരു വിഭാഗം ഇല്ലാതെ. ഞങ്ങളെ ഹാദി തങ്ങളെ പോലെ, ഈ പള്ളിമുറ്റത്ത് മറവട്ട് കിടക്കുന്ന മഹാന്മാരായ സാദാത്യങ്ങളെ പോലെ, അള്ളാന്റെ ലോകം ഏറ്റവും കൂടുതൽ ആദരിക്കാൻ വേണ്ടി പറഞ്ഞ അഹ്ലു ബൈത്തുകളെ പോലെ വേറൊരു വിഭാഗമേ ഇല്ലാന്നൊരു കൂട്ടര്, നമുക്കൊരു വിഭാഗമേ ഇല്ല. ശരിയല്ല, ശരിയല്ല. തറക്തു ഫീക്കും സഖലൈൻ, ഞാൻ നിങ്ങൾക്ക് 2 കാര്യം തന്നിട്ട് പോന്നു. അതേ, ഒന്ന് ഖുർആനാണ്, മറ്റൊന്ന് അഹ്ലു ബൈത്തി, എന്റെ കുടുംബമാണ്. നോക്കൂ, ഒരാള് കുടുംബ പാരമ്പര്യം നിലനിൽക്കുന്നത് ബാപ്പയിലൂടെ.
അല്ലേ 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 ഒരാള് കുടുംബ പാരമ്പര്യം ചേർക്കുന്നതാണ് ബാപ്പാക്ക്. അതായത് ഒരാൾക്ക് ഒരു പെണ്ണ് ഗർഭിണിയായി, അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞ് ഇസ്ലാമിക നിയമപ്രകാരം, ശരീഅത്തിന്റെ നിയമപ്രകാരം, ഞങ്ങൾ മറ്റു നിയമമല്ല, DNA ടെസ്റ്റും മറ്റു ടെസ്റ്റും അല്ല, ഇസ്ലാമിന്റെ നിയമപ്രകാരം, ശറഇന്റെ നിയമപ്രകാരം ആ കുഞ്ഞിന്റെ ബാപ്പ യഥാർത്ഥ നിക്കാഹിലൂടെ വന്ന ആളാണെങ്കിൽ പിന്നീട് ആ മകന്റെ കുടുംബപര ആ ബാപ്പയിലേക്ക് അങ്ങനെ ചേരും. നിക്കാഹിലൂടെ കല്യാണം കഴിഞ്ഞിട്ട് ആ കിടവായതാണെങ്കിൽ, അനുവദനീയമായ വിവാഹത്തിലൂടെ വന്നതാണെങ്കിൽ ബാപ്പയിലേക്കാണ് പിന്നെ ആ കുടുംബത്തെ ചേർക്കുന്നത്. ബാപ്പാന്റെ മോന്, മോന്റെ മോന്, മോന്റെ മോന്, മോന്റെ മോന്, മോന്റെ മോന്, മോന്റെ മോന്. ഒരു വേള ഇസ്ലാമിക ശരീഅത്ത് പ്രകാരം അത് അങ്ങനെ വന്ന കുഞ്ഞല്ല, അവിഹിത ഗർഭത്തിലൂടെ വന്നതെങ്കിൽ പിന്നെ ബാപ്പയിലേക്ക് ചേർക്കല, അത് ഉമ്മാക്ക് മാത്രം. അതിനടിസ്ഥാനം, അതിന് പാരമ്പര്യമില്ല, അതിന് കുടുംബത്തെ ചേർക്കല. ഇസ്ലാമിക ശരീഅത്തിൽ ആ കുഞ്ഞിന് പാരമ്പര്യമില്ല. അപ്പൊ കുടുംബ പാരമ്പര്യം ചേർക്കുന്ന ആർക്ക്? നിങ്ങൾക്ക് തിരിഞ്ഞിട്ട് ബാപ്പാക്ക്. എന്നാൽ ബാപ്പയിലേക്ക് ചേർക്കപ്പെടാതെ ഒരു കുടുംബത്തിന്റെ പാരമ്പര്യം കണക്ക് കൂട്ടുന്നുവെങ്കിൽ അത് അഹ്ലു ബൈത്തിന്റെ പാരമ്പര്യമാണ്. ബീബി ഫാത്തിമയിലേക്ക്, ഉമ്മയിലേക്ക്, ഉമ്മയിലൂടെ റസൂലുള്ളാഹിയിലേക്ക് ആ കുടുംബം വ്യത്യസ്തമാണ്. അതൊരു അത്ഭുതമാണ്. അത് ഫാത്തിമയിലൂടെ റസൂലുള്ളാഹി തങ്ങളിലേക്ക് ആ കുടുംബത്തിന്റെ പാരമ്പര്യം ഉമ്മയിലൂടെ അങ്ങനെ കണക്ക് കൂട്ടാൻ കാരണം എന്തറിയാ? മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, ഫാത്തിമത്തു ബിൽഅതു മിന്നീ, ഫാത്തിമത്തു ഖിത്അതു കബ്ദീ. ഫാത്തിമ എന്റെ കരള, ഫാത്തിമ എന്റെ ഭാഗം തന്നെയാണ് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ റസൂലുള്ളാഹിയുടെ മകളാകുന്ന ഫാത്തിമയിലൂടെ, ഹസൻ ഹുസൈൻ തങ്ങന്മാരിലൂടെ താവഴയായി വരുന്ന മഹാന്മാരാണ് മുസ്തഫായ നബി തങ്ങളെ പൈതങ്ങള്, അഹ്ലു ബൈത്ത്. അവർ തങ്ങന്മാരാണ്, അവർ ലോകാവസാനം വരെയുണ്ട്. അവർ കർബലയിൽ അവസാനിച്ചിട്ടില്ല. അവരെ മേലെ എപ്പോഴും സലാത്ത് ചൊല്ലണോ? 5 നേരം നിസ്കാരത്തിൽ നീ എങ്ങാനും അവരെ മേലെ സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ മല്ലം യുസല്ലി അലൈക്കും ലാ സലാത്ത ലഹു, തങ്ങന്മാരെ മേലെ സലാത്ത് ചൊല്ലിയില്ലെങ്കിൽ നിങ്ങളെ നിസ്കാരമേ അല്ല. അവസാന കാലത്ത് വരുന്ന മഹാനായ മഹ്ദി ഇമാം തങ്ങളാണ്, സയ്യിദാണ്. അയാൾ എന്റെ കുടുംബ പരമ്പരയിലെ പെട്ട ആളാണ്. ഇസ്മുഹു ഇസ്മി വസ്മു അബീഹി ഇസ്മു അബീ ഖാല റസൂലുള്ളാഹ്. മഹ്ദി ഇമാം തങ്ങളാണ് ഇത് പറഞ്ഞതിനറിഞ്ഞ. അപ്പൊ ഇങ്ങനത്തെ കുറെ വാദങ്ങളെല്ലായിട്ട് ചില മനുഷ്യന്മാര് മുസ്ലിമിന്റെ പേരും വെച്ചിട്ട് വരുന്ന കാണുമ്പോ അപ്പൊ ഞമ്മക്ക് അതിന് മാന്യമായ ഭാഷയിലെ ആയത്തും ഹദീസെല്ലാം ഓതിയിട്ട് നേറ് ചെല്ലു കൊടുക്കേണ്ടി വരും. അതിനെ പാർട്ടി ചെല്ലണം ചെല്ലെങ്ങാവേല, അതിനെ പാർട്ടി ചെല്ലണം ചെല്ലെങ്ങാവേല. അത് നേർ സത്യാവസ്ഥ പറഞ്ഞു കൊടുക്കുന്നേ. ഇങ്ങനത്തെ എല്ലാം വാദങ്ങളായിട്ട് വരുമ്പോ എന്ത് ചെയ്യണോ? പുതിയ വാദങ്ങള്, വിഷയങ്ങള്. മുസ്തഫായ റസൂലുള്ളാഹി പറഞ്ഞു, എന്റെ കാലശേഷം നിങ്ങൾ കുറെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണും, കുറെ വാദങ്ങൾ കാണും, കുറെ പാർട്ടിക്കാർ കുറെ ടൈപ്പിൽ വന്നിട്ട് വയലു പറയാൻ തുടങ്ങുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? ഫഅലൈക്കും ബിസുന്നതി, എന്റെ ചെറിയ മുറുകെ പിടിക്കണേ. വേറെന്തും നോക്കണ്ട, എന്റെ സുന്നത്ത് മുറുകെ പിടിക്കണോ, എന്റെ വഴി മുറുകെ പിടിക്കണോ. സുന്നത്തൽ ഖുലഫായിർ റാഷിദീനൽ മഹ്ദിയീൻ, നല്ലവരിൽ നല്ലവരായ ആ ഖുലഫാക്കളുടെ സഹാബത്തുൽ കിറാമിന്റെ വഴിയും നിങ്ങൾ സ്വീകരിച്ചോളൂ. അഭിപ്രായ വ്യത്യാസം കാണുമ്പോ, പല വാദങ്ങളും പല അഭിപ്രായ വ്യത്യാസങ്ങളും കാണുമ്പോ നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചെങ്കിലും മതി. അതിന്റെ അപ്പുറമൊന്നും പോണ്ട. 1000 ആൾക്കാർ 10,000 അഭിപ്രായം ചൊല്ലും, 6 ആൾക്കാർ 100 അഭിപ്രായം ചൊല്ലും, 10 സംഘടനക്കാർ 20 അഭിപ്രായം ചൊല്ലും. അപ്പൊ നിങ്ങൾ എന്റെ സുന്നത്ത് മുറുകെ പിടിച്ചെങ്കിലായി, എന്റെ സഹാബത്തെ കാണിച്ചു തന്ന വഴിയിലൂടെ പോയെങ്കിലായി. അതിന്റെ അപ്പുറമൊന്നും നോക്കണ്ട. എന്നാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅ
അതായത് സുന്നികൾ എന്ന് പറയുന്ന ലോകത്തുള്ള കോടാനകോടി വിശ്വാസികളാ, അവരുടെ പാരമ്പര്യം അത് റസൂലുള്ളാഹിന്റെ സുന്നത്താണ്, സഹാബത്തിന്റെ ജമാഅത്താണ്. സുബ്ഹാനല്ലാഹ്, അതുകൊണ്ടാണ് അഹ്ലുസ് സുന്നത്തി വൽ ജമാഅ നബി തങ്ങളെ സുന്നത്തും ജമാഅത്താകുന്ന സഹാബത്തിന്റെ സുന്നത്തും മുറുകെ പിടിച്ച് ജീവിക്കുന്ന ഒരേ ഒരു വിഭാഗം അത് അഹ്ലുസ് സുന്ന, പിന്നെ സുന്നികളാണ്, നമ്മളാണ്. ഇതൊരു അധിക പ്രസംഗമായിട്ട് പറയുന്നതല്ല, ഇതൊരു അതിശയോക്തിയായിട്ട് പറയുന്നതല്ല. പാരമ്പര്യമൊന്ന് പഠിച്ചു നോക്കിയാൽ, പാരമ്പര്യമൊന്ന് പഠിച്ചു നോക്കിയാൽ, ഞങ്ങളെ ആചാര വിചാരങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ, എവിഡൻസ് ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ, തെളിവുകളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ ഏതൊരാൾക്കും അത് മനസ്സിലാവും കേട്ടോ. തങ്ങൾ പറഞ്ഞു തങ്ങന്മാരുണ്ട്, സഹാബത്തും പറഞ്ഞു തങ്ങന്മാരുണ്ട്, ലോകം പറഞ്ഞു അഹ്ലു ബൈത്തുണ്ട്, അവർ വളരെ ബഹുമാനിക്കപ്പെടേണ്ടവരാണെന്ന്. എന്നാ പിന്നെ ചില കൂട്ടർ പറയുന്നു തങ്ങന്മാരും വലിയ വിഭാഗമില്ല, തങ്ങന്മാർ എന്ന് പറഞ്ഞിട്ട് വേറൊരു വിഭാഗം ഇല്ല. ഓൾറെഡി ഓൾ ഓഫ് യു, നിങ്ങളും ഞാനും എല്ലാം തങ്ങൾ തന്നെ. നിങ്ങളും ഞാനും മാത്രമല്ല, ലാൽ കൃഷ്ണ അഡ്വാണി, വിനയ കട്ടിയാർ, ആരി രണ്ടാൾ അറിഞ്ഞെങ്കിൽ ആരി ആരി ഞങ്ങളെ ശരീധരണ മാറ്റം കൂട്ടിനെങ്കിലും അവരെ കൂട്ടണ്ടാഞ്ഞി അല്ലേ? കുറെ കൂടിപ്പോയി, ആ പറച്ചില് കുറെ കൂടിപ്പോയി. അള്ളാന്റെ പരിശുദ്ധമായ പള്ളി വിളിക്കപ്പെടാനും ഇന്ത്യ മഹാരാജ്യത്ത് എല്ലാ നിലക്കുള്ള പ്രശ്നങ്ങൾക്ക് വിഷബീജ വിത്തുവാങ്ങി നേതൃത്വം കൊടുത്ത രണ്ട് മഹാമനുഷ്യർ അല്ലേ? ചരിത്രം അറിയാലോ, ഞാൻ ആ ഭാഗം കൂടുതൽ പോകുന്നില്ല. അവരെയും കൂട്ടിയിട്ട് ഇയാൾ പറഞ്ഞു എല്ലാരും അഹ്ലു ബൈത്ത് തന്നെ, എല്ലാരും തങ്ങന്മാർ തന്നെ, ഓനും തങ്ങ ഞാനും തങ്ങ നിങ്ങളും തങ്ങ, അങ്ങനെ തങ്ങ തങ്ങ ചെല്ലിട്ട് ഓരെ പൊറുക്കണ്ട. ഇതിന്റെ പേരെന്നെ അസൂയ. അത് അസൂയ അവർക്ക് മാത്രമല്ല, ഞങ്ങൾക്കും ഉണ്ട് കുറച്ചോ. ഓറിയിൽ ഇങ്ങനെ വരുന്ന കാണുമ്പോ, ഓരെ ബഹുമാനിക്കുന്ന കാണുമ്പോ, ഓരോ കൈമുത്തം കാണുമ്പോ അത്രയല്ല ആക്കണമെന്നുണ്ടാ. അവർ ഞങ്ങളെ പോലെ അല്ലേ, ഞങ്ങളെ പോലെ കയ്യും കാളും ഉണ്ടെന്ന് മാത്രം. അത് റസൂലുള്ളാഹിന്റെ ചോര പോയിക്കൊണ്ടുള്ള തടി. അതറിയോ നിങ്ങക്ക്? കളിക്കേണ്ട, നന്നം കളിക്കണ്ട. ഞാൻ നിങ്ങളെ വിഷയം ചെന്നല്ല, ഈ നാട്ടുകാരെ വിഷയം പറഞ്ഞല്ലോ. ഒടുവിനെ തങ്ങ ഉള്ളത് കൊണ്ട് നിങ്ങളും ചെല്ലിപ്പോയി നത്തറിനെ. ഇനി എനിക്ക് ഇയാൾ ആര് ചെല്ലിട്ട് നാളെ കുസൂസാക്കിയിട്ടുണ്ട്. ഇനി കൂടെ അങ്ങനെ എന്തോ ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വരുന്നാട് വിളിച്ചില്ലെങ്കിലേ അല്ല, വേറെ കഴിവിടൊന്നും ഇല്ല. വേറെ എന്താക്കുന്നു ഇപ്പൊ ഞാൻ കുതിരാക്കുന്നത് എന്റെ എന്നെ നിങ്ങൾ പീസാക്കുക എന്തോ ആക്കല്ലേ. ഏറ്റവും ചുരുങ്ങി നാളെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് നാളെ എന്തെങ്കിലും ചൊല്ലുന്നല്ലേ, എത്രന്നല്ലേ കല്ലുവല്ലി. അതൊരു വിഷയമല്ല, അതൊരു വിഷയമല്ല. അള്ളാഹു ഞങ്ങൾ പറയുന്ന ഇൽമു നാഫിയാക്കട്ടെ, ഞങ്ങൾക്ക് ഏറെ ഇഖ്ലാസ് നൽകട്ടെ, ഞങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുത്തട്ടെ. പറഞ്ഞു വന്നിട്ട് തങ്ങന്മാരെ ഇല്ല എന്ന് പറഞ്ഞു, ഔലിയാക്കന്മാരില്ല എന്ന് പറഞ്ഞു, സഹാബത്തിന് സ്ഥാനമില്ലെന്ന് പറഞ്ഞു, അവർ കൊണ്ടുവന്ന ആചാരം തെളിവല്ല എന്ന് പറഞ്ഞു. ഇതവർ പച്ചക്ക് പുസ്തകത്തിൽ എഴുതിയതാണ്. ഹബീബായ റസൂലുള്ളാഹിന്റെ കാലം തൊട്ട് ഇന്ന് വരെ ലോകത്ത് വെള്ളിയാഴ്ചന്റെ അന്നത്തെ ഖുതുബ അറബിയിലാണ്, അത് മലയാളത്തിലല്ല, അത് മലയാളത്തിൽ പാടില്ല. തിരിയുന്നല്ലേ മലയാളത്തിലല്ലേ എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും വെള്ളിയാഴ്ചന്റെ അന്നത്തെ ഖുതുബ മലയാളത്തിൽ കേൾക്കുന്ന